ഒരു പ്രസംഗത്തോട് നീതി പുലർത്തുവാൻ ചില കാര്യങ്ങൾ കൂടെ മുഖവരയായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വേദപുസ്തകം 2 ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദാനിയേൽ പ്രവചനത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന വേദഭാഗവും 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യങ്ങൾ തുടങ്ങി അന്നത്തെ സംസാര ഭാഷയായ അരാമ്യ ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. അപ്പോകാലിപ്സിസ്, എസ്കറ്റോസ് എന്ന് പറയുന്ന 2 വാക്കുകളാണ് വെളിപ്പാട് എന്ന മലയാള വാക്കിന് മൂലഭാഷയിൽ ഉള്ളത്. അതിൻ്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് മറനീക്കുക എന്നാണ്. നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ ആകാശം കാണാൻ ഒക്കില്ല. നല്ലൊരു പന്തൽ ഇവിടെയുണ്ട്, അതൊരു മറയാണ്. ആകാശത്തിനപ്പുറത്ത് എന്തുണ്ട് എന്ന് 4000 വർഷങ്ങൾ പഴയ നിയമത്തിൻ്റെ താളുകളിൽ ഭക്തന്മാർ ദൈവത്തോട് ചോദിച്ചപ്പോൾ വ്യക്തമായോ തിട്ടമായോ ഒരു മറുപടി ദൈവം കൊടുത്തില്ല. പുതിയ നിയമത്തിൽ പത്മോസിൻ്റെ പാറപ്പുറത്ത് മുട്ടുമടക്കിയ യോഹന്നാൻ്റെ ആത്മീക നേത്രങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ ആകാശത്തിൻ്റെ തിരശ്ശീല വകഞ്ഞു മാറ്റി ദൈവം കൊടുത്ത വെളിപ്പാടുകളുടെ ഒരു കലവറയാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. 1-ാം അധ്യായം മാറത്ത പൊൻകച്ച കിട്ടിയവനായി മനുഷ്യപുത്രയുടെ സദൃശനായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. 2-3 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ ഭാവിയിൽ കടന്നു പോകുമെന്ന് വേദചിന്തകന്മാർ വിവക്ഷ നൽകുന്ന ദൈവശാസ്ത്രത്തിലെ 7 പിരീഡുകൾ എഫസോസ്, മുർന്ന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫ്യ, ലവോദിക്ക എന്നിങ്ങനെ 7 സഭകളെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഈ സഭകളൊക്കെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴാണ് കർത്താവിൻ്റെ വരവ് സംഭവിക്കുക എന്നുള്ള സൂചനകൾ നൽകുന്ന വെളിപ്പാടുകളാണ്. 4-ാം അധ്യായം 24 മൂപ്പന്മാർക്ക് നടുവിലുള്ള ദൈവിക സിംഹാസനത്തിൻ്റെ വെളിപ്പാടും 5-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ പേരും ശുഭ്രനക്ഷത്രവുമായവൻ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന പുസ്തകം തുറക്കുന്നതിൻ്റെ വെളിപ്പാടുമാണ്. 6-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ കർത്താവിൻ്റെ ഗംഭീരനാഥത്തിന് ശേഷമായിട്ട് ദൈവത്തിൻ്റെ സഭയുടെ ഉൽപ്രാപണ അനന്തരം ഈ ഭൂമിയിൽ എതിർക്രിസ്തു നടത്തുന്ന 7 വർഷത്തിൻ്റെ ഞാൻ വിശ്വസിക്കുന്ന ഉപദേശമാണ് പറയുന്നത്. തർക്കങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അവസരമില്ലല്ലോ. ആ 7 വർഷത്തിൻ്റെ 2ാമത്തെ പകുതിയായ 3.5 വർഷത്തിനിടയിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് അയക്കുന്ന 60-ൽ പരം ബാധകളുടെ വെളിപ്പാടാണ്. 17-ാം അധ്യായം മർമ്മം, മഹദിയാം ബാബിലോൺ, അതിൻ്റെ ന്യായവിധിയുടെ വെളിപ്പാടാണ്. 18-ൽ മഹദിയാം ബാബിലോണിൻ്റെ വെളിപ്പാട്. 2-2 എൻ്റെ പുസ്തകത്തിൽ 2 ചാപ്റ്റർ തന്നെ അതിന് വേണ്ടിയുണ്ട്. 19 ആത്മീക മണവാട്ടിയാകുന്ന പ്രിയയും തോഴിയും ആകുന്ന നമ്മെ മണവാളനും പ്രിയനും തോഴനുമാകുന്ന യേശുക്രിസ്തു വേലി കഴിക്കുന്ന കുഞ്ഞാടിൻ്റെ വിവാഹത്തിൻ്റെ വെളിപ്പാടാണ്. 11 സിംഹാസനങ്ങളും 7 ന്യായവിധികളും ദൈവവനത്തിൽ പഠിക്കുവാൻ കഴിയും. അതിനെ ക്രോഡീകരിച്ചാൽ പ്രധാനപ്പെട്ട 3 ന്യായവിധികളും 3 സിംഹാസനങ്ങളും പഠിക്കാം. അതിൽ രക്ഷിക്കപ്പെടാതെ മരിച്ചു പോകുന്നവർക്കുള്ള ദുഷ്ടന്മാരുടെ ന്യായവിധിയോ ആകുന്ന വെള്ള സിംഹാസനത്തെക്കുറിച്ചും ഒറ്റ പ്രതിപക്ഷം പോലുമില്ലാതെ 1000 വർഷം ഈ ലോകത്തെ ഭരിക്കുവാൻ വരുന്ന ഏക ചക്രാധിപതിയും രാജാതി രാജാവും ആയ യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചുള്ള വെളിപ്പാടാണ് 20-ൽ. 21-ൽ ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ യെരുശലേം എന്ന വിശുദ്ധ നഗരം ദൈവസന്നിധിയിൽ നിന്ന് ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നതിൻ്റെ വെളിപ്പാടാണ്. ഒടുവിലത്തേതും അവസാനത്തേതുമായ 22-ൽ ദൈവസഭ നിത്യതയിലേക്ക് മറയുന്നു. ഭക്തനായ കവിയും പ്രഭാഷകനുമായിരുന്ന ഗ്രന്ഥകാരനുമായിരുന്ന ക്രൈസ്തവ കൈരളിക്ക് മറക്കാനാകാത്ത അനുഗ്രഹിക്കപ്പെട്ട ആളായിരുന്ന ബഹുമാനപ്പെട്ട എം.ഇ. ചെറിയാൻ സാറിൻ്റെ ഒരു പാട്ട് നമ്മൾ പാടാറുണ്ട്. പല പാട്ടും നമ്മൾ പാടുന്നതാണ്. അതിൽ ഒരു പാട്ടിന് ചില ചരണങ്ങൾ ഇങ്ങനെയാണ്: കാലമെല്ലാം കഴിയും, ഇന്ന് കാൺമതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും. അടുത്ത പദം ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം: തിരികെ വരാതെ. എവിടെ നമ്മൾ പോയാലും തിരികെ പോകണമെന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടാകും. ഞാൻ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ടാകും, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും. 9:20 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വാച്ച് കിട്ടിയ കൈകൊണ്ടൊക്കെ ഹല്ലേലൂയൊക്കെ പറഞ്ഞു കളയും. വേണമെങ്കിൽ ബൈബിളൊക്കെ പൊക്കി പിടിച്ച് സിബൊക്കെ ഇട്ട് വേണമെങ്കിൽ സിഗ്നൽ എനിക്ക് തരും. പക്ഷേ അങ്ങനെ പോകാൻ പറ്റാത്തതും പോയാൽ തിരികെ വരാത്തതുമായൊരു സ്ഥലമുണ്ട്, അത് സ്വർഗമാണ്. അവിടെ പോയാൽ തിരികെ വരില്ല. അങ്ങനെ നാം നിത്യതയിൽ മറയുകയും ചെയ്യും. 22 അധ്യായങ്ങളിലൂടെ 404 വാക്യങ്ങളിലൂടെ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന മനുഷ്യൻ നോക്കിക്കാണുന്ന നീലാകാശത്തിൻ്റെ അപ്പുറത്ത് എന്തുണ്ടെന്ന ചോദ്യത്തിന് ആകാശത്തിൻ്റെ തിരശ്ശീലകൾ വകഞ്ഞു മാറ്റി
വെളിപ്പാടുകളുടെ കലവറ അച്ചടി മഷിയിൽ കൂടെ കടത്തിവിട്ട് വെള്ളക്കടലാസിൽ കറുത്ത മഷിയായി 100 രൂപ മുതൽ 10,000, 1,00,000 രൂപ വരെ കൊടുത്താൽ കിട്ടുന്ന കുത്തിക്കെട്ടി തുന്നിയ കൈയടക്കമുള്ള ഈ വെളിപ്പാടുകളുടെ കലവറ ഭദ്രതയോടെ നമ്മുടെ കയ്യിൽ തന്ന ദൈവത്തെ ഇന്ന് രാത്രിയിൽ ആദ്യമായി ഞാൻ സ്തുതിക്കുകയാണ്. വാക്യം 3, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ. ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ദൈവാത്മാവിൻ്റെ സഹായത്തോടെ നിശ്ചയമായി പറയുന്ന കാര്യങ്ങൾക്കാണ് പ്രവചനം എന്ന് പറയുന്നത്. 600,000 പ്രവചനങ്ങൾ നിറവേറി ചരിത്രത്തിൻ്റെ ഭാഗമായി തങ്കലിപികളിൽ അവ ആലേഖനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഭൂതകാലം എത്രയോ പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ട് വർത്തമാന കാലഘട്ടത്തിലും വേദപുസ്തകത്തിൻ്റെ ദൈവശ്വാസീയത ദൈവം ഇന്നും അരക്കിട്ടുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോട്ടറിക്കാരൻ പറയുന്ന പോലെ അങ്കുലി പരിമിതമായ പ്രവചനങ്ങൾ മാത്രമേ അനധിവിദൂര ഭാവിയിൽ ഇനിയും നിറവേറുവാനായിട്ടുള്ളൂ. അർത്ഥാൽ നിറവേറിക്കഴിഞ്ഞതും നിറവേറിക്കൊണ്ടിരിക്കുന്നതും നിറവേറാനുള്ളതുമായ പ്രവചനങ്ങളാൽ നിബിഡീകൃതമായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് ആ വാക്ക് വരാൻ കാരണം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. ആരാ വാക്യം വായിച്ചത്? ഓഡിയൻസാണോ അതോ സ്റ്റേജിലിരിക്കുന്ന ഉപദേശിമാരാണോ? ഓഡിയൻസാണ്. സഹോദരി, ഇനി ഈ യോഗത്തിൻ്റെ 9:30 വരെ എങ്ങനെ ഇരുന്നാലും ഭാഗ്യവതിയായി മാറിക്കഴിഞ്ഞു. എന്താ കാര്യം? വചനം വായിച്ചതുകൊണ്ട് ഭാഗ്യവതിയായി മാറിക്കഴിഞ്ഞു. എന്നാൽ പിന്നെ അടുത്ത വാക്യം മുതൽ ഞങ്ങൾ വായിക്കാം എന്ന് കരുതി ആവേശത്തോടെ യൂത്ത് വായിക്കുന്നതിനിടയിൽ മൂത്തവർ കയറി വായിച്ച് വാശി പിടിച്ച് വേദപുസ്തകൻ്റെ പേജൊന്നും വലിച്ചു കയറണ്ട, സമാധാനമായിട്ട് അവിടെ ഇരുന്നാൽ മതി. നിങ്ങൾക്കുള്ളതാണ് രണ്ടാമത്തെ ഭാഗം, കേൾക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഉറക്കം തൂങ്ങാതെയും കൂട്ടുവായിടാതൊക്കെ ഇവിടെ ഇരുന്ന് കേൾക്കണമെന്നാണ് ഈ പറഞ്ഞത്. കേൾക്കുക എന്ന് പറയുമ്പം ഒരല്പം പിന്നാമ്പുറ ചരിത്രത്തിലേക്ക് എനിക്കിന്ന് പോകേണ്ടതുണ്ട്, സമയത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും. ഒരു കാലത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല. ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന കിരാതമായ നിയമം അഴിക്കാനാകാത്ത ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഉയർന്ന ജാതിക്കാരനെ താണ ജാതിക്കാരൻ കണ്ടാൽ വഴിമാറിപ്പോകേണ്ട അടിയുടെ അകലം നിങ്ങൾക്കറിയാം. 64, 32, 16 അടിയും ഒക്കെ റോമൻ ചാട്ടവാറ കൊണ്ടല്ല അകലം മാറിപ്പോകേണ്ട അങ്കുലത്തിൻ്റെ അടിയുടെ കണക്കാണ്. അങ്ങനെ മാറിപ്പോകേണ്ട ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മലയെപ്പൊലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു, മനതാരിൽ ആശകൾ പോലതിൽ ഓരോരോ മരതക കൂമ്പ്. ആരോട് പറയാം? നിങ്ങൾ ചിന്തിക്കുന്നു ഉത്തമഗീതമാണോ, സഭാപ്രസംഗിയാണോ, സംഗീതനമാണോ? ഒന്നുമല്ല, ചങ്ങമ്പുഴയുടെ വാഴക്കൊലയാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ രാസവളമൊന്നും വിടാതെ ജൈവവളം മാത്രമിട്ട് വളർത്തിക്കൊണ്ടിരുന്ന ഏത്തവാഴ മൂത്ത് കൊലച്ച് മൂപ്പത്തി കഴിയുമ്പോൾ ആ വാഴക്കൊല തമ്പ്രാക്കന്മാരുടെ മുറ്റത്ത് വെക്കണം. പിറകിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിണ്ടി അവനും ഭാര്യയും പുഴുങ്ങി തിന്നണം. മുക്കിയും മൂളിയും ഇടുന്ന കോഴിമുട്ട തിരുവാതിര കണക്കെ 1 ഡസനാകുമ്പോൾ നിരത്തി വെക്കണം ഏമാന്മാരുടെ മുറ്റത്ത്. പിറകെ വരുന്ന കോഴിക്കാഷ്ടം ഒരു വാഴയ്ക്കും ചീരയ്ക്കും ഇടാം. നടുവിന് ഓലക്കുട കുത്തി നിന്ന് ഒരു പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് നിവരാതിരിക്കുവാൻ നാടുവാഴികൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാറ് നടുവിച്ചിരുന്നൊരു കാലഘട്ടം മലയാളക്കരയിലും ഉണ്ടായിരുന്നു. മുകളിലത്തെ കണ്ടത്തിന് താഴത്തെ കണ്ടത്തിലേക്ക് വരമ്പ് പൊട്ടിച്ചു വിട്ടാൽ പെട്ടെന്ന് വെള്ളം തീരും, പണി തീരുമെന്ന് പറഞ്ഞ് പാവപ്പെട്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കുവാൻ മരക്കട്ടകൾ കൊണ്ട് തുലാക്കട്ടയുണ്ടാക്കി രാവിലെ മുതൽ വൈകിട്ട് വരെ മുകളിലത്തെ കണ്ടത്തിൽ താഴത്തെ കണ്ടത്തിലേക്ക് വെള്ളം തേകി ഒഴിപ്പിച്ചൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു. പാവപ്പെട്ടവൻ ഈശ്വരനാമം ജപിച്ചാൽ അവൻ്റെ നാവിൽ മുറിവുണ്ടാക്കണമെന്നും പാവപ്പെട്ടവൻ ഈശ്വരനാമം കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നുള്ള ഈ ഉരുക്ക് നിയമങ്ങളെ കാറ്റിൽ പറത്തിയത് വിശുദ്ധ വേദപുസ്തകമാണ്. ഇന്ന് രാത്രിയിൽ ഈ പന്തലിൽ നിന്നുകൊണ്ട് സുവിശേഷ മഹായോഗത്തിൻ്റെ 2ാമത്തെ രാത്രിയിൽ അത്യന്തം ആവേശത്തോടെ 1,00,000 വാട്സിൻ്റെ സൗണ്ടിൽ ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് ഞങ്ങൾ ഉറക്കെ പറയുന്നു, ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടവൻ്റെ നാവിൽ ഒരു മുറിവും ഉണ്ടാവില്ല. പകരം പതിറ്റാണ്ടുകൾ കെട്ടപ്പെട്ട ബന്ധനങ്ങൾ തകരപ്പെടും. ഈ വചനം കേൾക്കുന്നവൻ്റെ ചെവിയിൽ ഒരു ഒരുക്കി ഒഴിക്കേണ്ട ഏഫദ്ദ എന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് രാത്രിയിൽ ഈ പന്തലിൽ മുഴങ്ങി കേൾക്കുവാനിടയായിത്തീരും. ഒടുവിലത്തെ വാചകം ഇങ്ങനെയാണ്: സമയം അടുത്തിരിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ സ്മരിക്കപ്പെടേണ്ടത്. ഒന്ന്, 2 കാര്യങ്ങൾക്ക് നിശ്ചയമുണ്ട്, നിശ്ചയമില്ല. പദം ശ്രദ്ധിക്കുക.
എന്താ നിശ്ചയമുണ്ട്? ഒന്ന്, മരണം നിശ്ചയമുണ്ട്. രണ്ട്, യേശുവിൻ്റെ വരവും നിശ്ചയമുണ്ട്. നിശ്ചയമില്ല. രണ്ടിനും എന്തോ നിശ്ചയമില്ല? സമയം നിശ്ചയമില്ല. അതാണ് സമയം അടുത്തിരിക്കുന്നു എന്ന് ഈ പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ ഒന്നാമത്, മരണത്തിന് അധികം നാളുകളില്ല. രണ്ട്, യേശുവിൻ്റെ വരവിനും ഇനി അധികം നാളുകളില്ല. മരണത്തിന് അധികം നാളുകളില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം മരിക്കുന്നതൊക്കെ ലാഭമാണെന്നൊക്കെ പറഞ്ഞാലും മരിക്കുന്ന വൻ നഷ്ടമാണെന്ന് ഇരിപ്പ് കണ്ടപ്പോഴും മിണ്ടാതിരുന്നപ്പോഴും എനിക്ക് മനസ്സിലായി. എന്നാൽ യേശുവിൻ്റെ വരവിന് സമയം അടുത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, പണ്ടത്തെ പെന്തക്കോസുകാരുടെ മീറ്റിംഗ് ആയിരുന്നെങ്കിൽ മൺകലത്തിൽ നിന്ന് മലര് പൊട്ടുന്ന പോലെ 5-6 അപ്പച്ചന്മാർ അമ്മച്ചിമാർ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ എന്ന് വൈബ്രേഷൻ ഇട്ട് പറയുമായിരുന്നു. ഇന്ന് ആരോട് പറയാൻ? പുലി വരുന്നേ എന്ന കഥയും യേശു വരുന്നേ എന്ന പ്രസംഗവും രണ്ടും ഒരുപോലെ ഇരിക്കുകയാണ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്, മണ്ടരി ബാധിച്ചതെങ്ങെല്ലാം വെട്ടിക്കളഞ്ഞു. മംഗളം നൽകുമെന്ന് വിചാരിച്ച കവുങ്ങിൻ തോട്ടവും വെട്ടിക്കളഞ്ഞു. BSc ഒരു കൃഷിയാണോന്ന് എനിക്കറിയത്തില്ല. എന്നാലും പിള്ളേരെല്ലാം വിദേശത്ത് പോയിരിക്കുക പാസ്റ്ററെ. ഇല്ലാത്ത പിള്ളേരെയും നമ്മൾ പറഞ്ഞു വിടുമല്ലോ. 5 പിള്ളേരെ തരണം. ആദ്യത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന 5നെയും 5 വൻകരയിലേക്ക് വിടണം. മൂന്നാമത്തെ പ്രാർത്ഥന 5 എന്നെ വിട്ടിച്ചു പോയി കഞ്ഞി തരാൻ ആളുണ്ടാക്കണം. അതാ മൂന്നാമത്തെ പ്രാർത്ഥന. വൃദ്ധസദനമാണല്ലോ മിക്കവാറൊക്കെ വീടുകളിൽ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർത്തുകൊള്ളണം. പാവപ്പെട്ടവൻ്റെ പിള്ളേരൊക്കെ വിദേശത്ത് പോയി പളപള മിന്നുന്ന നോട്ടുകളൊക്കെ കയ്യിൽ വന്ന് ഒരു നിലയിലും അല്ലാത്തവൻ 2 നില പണിത് രണ്ടാമത്തെ നിലയുടെ മുകൾ ഭാഗത്തിരുന്നുകൊണ്ട് വഴിയേ പോകുന്നവന് ഹായ് വായി പറഞ്ഞും ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒന്ന് മെച്ചപ്പെട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഉപദേശി വന്ന് പറയുന്ന യേശു വരാൻ പോവുകയാണെന്ന്. അതിനേക്കാൾ ഭേദം ഒരു കത്തിയെടുത്ത് ചങ്കിനോട്ട് കുത്തുകയല്ലേ എന്ന് ചില ആളുകളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നു. നിങ്ങളാരും മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും, നിങ്ങളാരും സ്തോത്രം പറഞ്ഞാലും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉറപ്പാണ് 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 ഈ കാലങ്ങളിലൊന്നിൽ കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കും. യാതൊരു തർക്കവുമില്ല. ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ന് രാത്രി 2 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മത്തായിയുടെ സുവിശേഷം 24:44 വരുമ്പോൾ, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നുണ്ട്, നിങ്ങളും എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിപ്പീൻ. ഒന്ന് ഒരുങ്ങിയിരിക്കാനുള്ള ഒരു സന്ദേശം മാത്രമേ പറയുന്നുള്ളൂ. നനയാത്ത നാഴിക എന്ന് പറഞ്ഞാലും മനസ്സിലായോ? ആർക്കറിയല്ലേ? സ്വന്തം ജന്മദിനം അറിയാവുന്നവർ കൈവക്കിക്ക്. സ്വന്തം ജന്മദിനം വല്ലവൻ്റെ അല്ല ചോദിച്ചത്. സ്വന്തം ജന്മദിനം അറിയാവുന്നവരെ കൈവക്കിക്ക്. ശരി, കുറച്ച് പേർക്കറിയാം, കുറച്ച് പേർക്ക് ഇതുവരെ ജനിച്ച് എന്നാന്ന് പോലും അറിയത്തില്ല. എന്നാലും ഇന്നിവിടെ ഒരു യോഗമുണ്ടെന്നും അറിഞ്ഞ് ഈ ഡേറ്റും അറിഞ്ഞ് യോഗത്തിന് വന്നല്ലോ, നിങ്ങൾക്കാണൊരു ബിഗ് സല്യൂട്ട്. ഇനി രണ്ടാമത്തേത്, ആ ജനിച്ച ദിവസം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഏത് ദിവസമാണെന്ന് അറിയാവുന്നവർ ഒന്ന് കൈവക്കിക്ക്. കുറച്ച് പേരുണ്ട്. പിള്ളേർ ഓർത്തിരിക്കുന്ന ഉടുപ്പ് കിട്ടുന്ന ദിവസം അതുകൊണ്ടാണ്. ഇനി അത് ഏത് മണിക്കൂറാണെന്ന് അറിയാവുന്നൊരു കൈവക്കിക്ക്. മണിക്കൂർ പലരെയും പിടിവിട്ടു എന്നെനിക്ക് തോന്നുന്നു, ആരുമില്ലെന്ന് തോന്നുന്നു. ഇനി നാഴിക അറിയാവുന്നൊരു വല്ലവരും ഉണ്ടോ? ആരും കാണാൻ സാധ്യതയില്ല. വിനാഴിക അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? ഒട്ടും കാണാൻ സാധ്യതയില്ല. പെറ്റ തള്ളയ്ക്ക് പോലും ചിലപ്പോൾ പിടുത്തം കാണുകയില്ല. ഞാൻ ചോദിച്ചു എൻ്റെ അമ്മയോട്, ഞാൻ എപ്പോഴാണ് ജനിച്ചത്? അമ്മ പറഞ്ഞു, പടിഞ്ഞാറ് വശത്തെ ഇല്ലി പൂത്തപ്പഴ നീ ജനിച്ചത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇടവം കുംഭത്തിലൊക്കെ ജനിച്ചു എന്ന് പറയാനല്ലാതെ പെർട്ടിക്കുലർ ഡേറ്റ് ഒന്നും പറയാൻ അവർക്കറിയത്തില്ല. യേശുവിൻ്റെ വരവിൻ്റെ കൃത്യമായൊരു ഡേറ്റ് പറയാൻ എനിക്ക് അവകാശമില്ല, നിങ്ങൾക്ക് അവകാശമില്ല. എന്നാൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ആകാശം ചുവന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇന്ന് തെളിവുണ്ടാകുമെന്നും മഴക്കോൾ ഉണ്ടാകുമെന്നും പറയാൻ അറിയാമെങ്കിൽ എന്തുകൊണ്ട് കാലത്തിൻ്റെ ലക്ഷണങ്ങളെ വിവേചിക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞത് ഇത്തരുണത്തിൽ ഞാൻ ഓർത്തു പോകുന്നു. അതുകൊണ്ട് ഇന്നത്തെ 2 ചിന്തകളിലും കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായി യേശു വരുമെന്നൊരു ഡേറ്റ് പറയുകയല്ല എൻ്റെ ഉദ്ദേശം. ഡേറ്റ് പോയിട്ട് മാസമോ വർഷമോ പറയാനൊക്കത്തില്ല. ആ നാളും നാഴികയും എൻ്റെ പിതാവായ ദൈവമല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല എന്ന യേശുവിൻ്റെ വാക്കുകൾ നാം പരിഗണിക്കുക മാത്രമല്ല അർഹിക്കുന്ന ഗൗരവത്തോടെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാലഘട്ടങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ആ കാലഘട്ടത്തിനെ ഇങ്ങനെ ഒറ്റ വാക്കിൽ ചുരുക്കാം. എത്ര പേര് ആമേൻ പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ, ഒന്നുകൂടെ പറയുകയാണ്,
ഈ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ യേശുവിൻ്റെ കാഹളം ധ്വനിക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ആ പ്രത്യാശയോടെ ഏറ്റെടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാനിവിടെ യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ച് 150 ലക്ഷണങ്ങളാണ് എൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. 150 ലക്ഷണങ്ങളെ 4 ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. 1, ഇസ്രായേൽ എന്ന രാജ്യത്ത് മാത്രം നടക്കുന്ന ലക്ഷണങ്ങൾ. 2, ഇസ്രായേൽ ഒഴികെയുള്ള മറ്റ് ലോകരാജ്യങ്ങൾ നടക്കുന്ന ലക്ഷണങ്ങൾ. 3, ദൈവസഭയിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. 4, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. അതിൽ സഭയോട് ബന്ധപ്പെട്ട്, പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ നമ്മോടും വെളിയിൽ ഉള്ളവരോടും ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാവുന്ന 2 ചിന്തകൾ മാത്രം അവതരിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, എന്നാൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അവിടെ 10-18 പാപസ്വഭാവങ്ങൾ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുർഘട സമയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥകർത്താവും പ്രഭാഷകനുമായ ബഹുമാനപ്പെട്ട കെ ജോയ് സാർ എഴുതിയ തിമോത്തിയോസ് ലേഖനങ്ങൾ വ്യാഖ്യാനം എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: മതം പൊട്ടിയ ആനയുടെ മുൻപിൽ അകപ്പെട്ടു പോയ സമയം, കടൽ കമ്പനമുണ്ടായി ഇളകി വരുന്ന സമയം, എതിർച്ചയ ഒരു കാട്ടുപോത്തിൻ്റെ മുമ്പിൽ അകപ്പെട്ടു പോയ സമയം. ശരിയാണ് പ്രിയപ്പെട്ടവർ, പൂരപ്പറമ്പിലും പള്ളിപ്പറമ്പിലും നിൽക്കുന്ന ആനകൾക്കെല്ലാം മതം പൊട്ടുന്നു. എതിർച്ചയ കാട്ടുപോത്തിന് മുമ്പിൽ അകപ്പെട്ടു പോയ സമയം. പാതിരാത്രി 2 മണിക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഇവിടം വരെ ഒരു പെൺകുട്ടിക്ക് നടന്നു വരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, വരാൻ തൻ്റെ ഇടം കാണിച്ചാലും നഖവും പല്ലുമല്ലാതെ വീട്ടിലെത്തുകയില്ലെന്ന് എല്ലാവർക്കും അറിയാം. കടൽ ഇളകി വരുന്ന സമയം. ഇന്തോനേഷ്യയുടെ സമീപത്തുള്ള സുമാത്ര ദ്വീപിൽ നിന്ന് 2461 കിലോമീറ്റർ ദൂരത്തേക്ക് സമുദ്ര നിരപ്പിൽ നിന്ന് 30 അടി ഉയരത്തിൽ ജാപ്പനീസ് ഭാഷ വിളിക്കുന്ന സുനാമി, വെള്ളി തിരമാല, രാക്ഷസ തിരമാല വന്ന് അടിച്ചപ്പോഴാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയത് കടൽ ഇളകി വരുന്ന സമയമാണെന്ന്. ഇതെല്ലാം കൂടെ ഇളകുന്നത് എന്തിനാണെന്ന് വല്ലതും അറിയാമോ? ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇനി ഞാൻ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ആകാശത്തെ ഇളക്കും. ആദ്യം ഇളകുന്നത് ആകാശമാണ്, പിന്നീട് ഭൂമിയെ ഇളക്കും, പിന്നീട് കടലിനെ ഇളക്കും, പിന്നീട് കരയെ ഇളക്കും. 4 കൂടെ ഇളക്കുന്ന എന്തിനാണെന്നും കൂടെ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. പണ്ടൊക്കെ അമ്മച്ചുമാർ തൈരിനകത്ത് കടകോലിട്ട് ഇളക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 മക്കളാണ്, മൂത്ത 2 സഹോദരിമാരാ. എൻ്റെ തൊട്ടുമൊത്ത സഹോദരി ഞാനും ഒരു ക്ലാസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അവൾ 7-ൽ, ഞാൻ 6-ൽ. വാദിച്ചങ്ങനെ പഠിക്കുക, ഭയങ്കര പഠിത്തമാണ് പുള്ളിക്കാരത്തി. ഞാനങ്ങനെ വലിയ പഠിത്തമൊന്നുമില്ല. അങ്ങനെ 10-ാം ക്ലാസ്സിൽ 9-ാം ക്ലാസ്സിലൊക്കെ എത്തി പരീക്ഷ കഴിഞ്ഞ് ഒരു ദിവസം ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ചേച്ചി രാത്രിയിൽ ഇത് പഠിക്കുക കേട്ടോ. 9-ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പഠിക്കുക. ബക്കറ്റിനകത്ത് വെള്ളം നിറച്ച് 2 കാലും കൂടി അതിനകത്തോട്ട് ഇട്ടിരുന്നാണ് പുള്ളിക്കാരത്തി പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ തൈരിനകത്ത് ഇങ്ങനെ കടകൊലിട്ടുകൾ അങ്ങോട്ട് ഇളക്കുന്നു ഇങ്ങോട്ട് ഇളക്കുന്നു. ചേച്ചി പറഞ്ഞ അമ്മ മുഖത്ത് മിണ്ടായിരുന്നു കൂടെ, അനങ്ങാതിരുന്നു കൂടെ, ഞാൻ ശബ്ദരഹിതമായ അന്തരീക്ഷത്തിൽ നിന്ന് മനസ്സിരുന്ന് പഠിച്ചോട്ടെ. എനിക്ക് പിന്നെ യാതൊരു പ്രശ്നമില്ല, കാരണം തോക്കുമെന്ന് ഉറപ്പുള്ളവന് വായിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തായിരുന്നാലും ഞാനൊന്നും പഠിച്ചില്ല. എങ്കിലും 10-ാം ക്ലാസ്സിൽ ഞാൻ ചെല്ലുമ്പം എൻ്റെ ചേച്ചി 10-ാം ക്ലാസ്സിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ 10-ാം ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ പിന്നെ വലിയ പഠിച്ചില്ലെങ്കിലും അന്ന് വലിയ കുഴപ്പമില്ലെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായിരുന്നാലും അപ്പോൾ വല്യമ്മച്ചി പറഞ്ഞൊരു വാക്കുണ്ട്, മക്കൾ പഠിച്ചോ, ഇതിനകത്ത് തൈരുണ്ട്, ഇതിനകത്ത് വില കൂടിയ വെണ്ണയുണ്ട്, ഇതിനകത്ത് വില കുറഞ്ഞ പിശറായി കിടക്കുന്ന വെള്ളമുണ്ട്, മോരുണ്ട്. നേരം വിളിക്കുമ്പോഴേക്കും 4 ഭാഗത്തേക്ക് ഞാൻ തിരിച്ചിരിക്കും. മക്കൾ പോയി കിടന്നോ. 150 ലക്ഷണങ്ങളാകുന്ന കടകോലിട്ട് ദൈവം തമ്പുരാൻ ആകാശത്തെയും ഭൂമിയെയും കടലെയും കരയും ഇളക്കി കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ? സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഏതാ സകല ജാതികളുടെയും മനോഹര വസ്തു? 2000 വർഷം മുൻപ് യേശു ജനിച്ചപ്പോൾ ബൈബിൾ പറഞ്ഞു, സകർവ ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. ഈ മാസം അതിൻ്റെയൊക്കെ മാസമാണല്ലോ. വന്യവയോധികനായ ശിമയോൻ യേശു കർത്താവിനെ കയ്യിലെടുത്തിട്ട് ആകാശത്തിൽ നോക്കി ആത്മഗതമെന്നാണ് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നാഥ അടിയന് സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. ഇസ്രായേലിന്റെ മഹത്വവും സകല ജാതികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. തർക്കമില്ല, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരൊറ്റ ദൈവം, ഒരു രക്ഷിതാവ്. ജാതി, മത, വർഗ, വർണ്ണ, കുലീന, കുലഹീന
ആര്യ ചണ്ടാല ശക ദാസ ബർബരാദി വൈകൃതങ്ങൾ ഭേദമന്യേ കോടീശ്വരനും ഒരു ഓണക്കൊടി വാങ്ങുവാൻ പണമില്ലാത്തവനും ലക്ഷപ്രഭുവിനും ലക്ഷം വീട്ടിൽ കിടക്കുന്നവനും കറുത്തവനും വെളുത്തവനും ഹർത്താൽ അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും മുതലാളിക്കും തൊഴിലാളിക്കും അടിമയ്ക്കും ഉടമയ്ക്കും വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും സ്ഥല കുല വ്യത്യാസമില്ലാതെ ഒരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി ഉറക്കെ പറയുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം ലോകത്തിലില്ലവേ ഇല്ല. ആ യേശുവിൻ്റെ വരവിനെ പ്രകീർത്തിക്കുന്ന 2 ലക്ഷണങ്ങൾ മാത്രം. കാരണം 9:20 ആകുമ്പോൾ എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ കുത്തിടും. പിന്നെ ഒരു പാട്ടൊക്കെ പാടിച്ചേ നമ്മൾ പോകത്തുള്ളൂ. എനിക്കും തോന്നുന്നു പാട്ട് പാടാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിരിക്കും 10 മിനിറ്റ് എന്ന എനിക്ക് തോന്നുന്നത്. പാട്ട് ഞാൻ സെലക്ട് ചെയ്ത് ബോൾസൺ പറഞ്ഞായി കൊടുത്തിട്ടുണ്ട്. ആ പാട്ടും കൂടെ പാടിച്ചുകൊണ്ട് പോകാൻ ചടപടാന്ന 2 ചിന്തകൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, കുറിക്കുക, ഗ്രഹിക്കുക, വീട്ടിൽ ചെന്ന് കുറിക്കുക. ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇത് അന്ത്യകാലം, ബ്രാക്കറ്റ് പീരീഡ്, കാലത്തിൻ്റെ അന്ത്യം, എൻഡ് ഓഫ് ദി ടൈം ആണെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം. അല്പം ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കണക്ക് കൃത്യമായിരിക്കണമെന്നില്ലെങ്കിലും ഊഹാപോഹങ്ങളിൽ മാത്രം അടിസ്ഥാനപ്പെട്ടതല്ല, കുറച്ചൊക്കെ യാഥാർത്ഥ്യങ്ങളാകാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. രണ്ടാമത്തേത്, ഇത് തലമുറകളിൽ 7ാമത്തെ തലമുറയാണ്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. ഓർത്തിരിക്കാൻ എളുപ്പം 2 കാര്യം പറഞ്ഞിട്ടുള്ളൂ, വിശദീകരിക്കാൻ പോവുകയാണ്. 1, ഇത് ദിവസങ്ങൾ എത്രാം ദിവസമാണ്? 7ാമത്തെ ദിവസമാണ്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. 2, തലമുറകളിൽ 7ാമത്തെ തലമുറയാണ്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. ഒന്നാമത്തെ വിശദാംശങ്ങളിലേക്ക് വരാം. ദിവസങ്ങളിൽ 7ാം ദിവസമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എനിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണെന്ന് പറഞ്ഞാൽ ഓക്കെ, പിടികിട്ടും. പക്ഷേ ഇന്ന് ദിവസങ്ങളിൽ 7ാം ദിവസമാണെന്ന് പറയുമ്പം ആ കണക്കിൽ നോക്കുമ്പോൾ 7ാം ദിവസമാണെങ്കിലും നമുക്ക് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. ഉൽപ്പത്തി വരാമെന്ന് പറഞ്ഞ് എടുക്കുകയൊന്നും വേണ്ട, ശ്രദ്ധിച്ചിരുന്നേച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എത്രാം ദിവസമാണ് ഉണ്ടാക്കിയത് ഒന്ന് പറഞ്ഞേ? 6ാമത്തെ ദിവസമാണ് ഉണ്ടാക്കിയത്. അത് നന്നായി. എന്താണെന്നറിയാമല്ലോ, 6 എന്ന സംഖ്യ ബോർഡിൽ എഴുതുമ്പം ഏതാണ്ട് നമ്മുടെ സ്വഭാവം പോലെ അതിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. 6 തുടങ്ങുന്നത് മുകളിൽ നിന്നാണ്, നമ്മളെല്ലാം വന്നതും മുകളിൽ നിന്നാണ്. ഇനി ആ വരവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർച്ച് പോലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അടങ്ങി ഒതുങ്ങി മര്യാദരാമന്മാരായി 285 ദിവസങ്ങളിൽ ആർക്കും ഒരു ശല്യവുമില്ലാതെ ഇരിക്കുന്ന ഇരിപ്പൊന്ന് കാണേണ്ടത് തന്നെയാണ്. ബിവറേജിൻ്റെ മുമ്പിൽ നിൽക്കുന്നവിടെ ക്യൂ പോലെ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത എന്നാരോ കമൻ്റ് ഇട്ടതുപോലെയാണ് ആ ഇരിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരുന്ന് നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വീണു. തിരിച്ച് വന്ന സ്ഥലത്തേക്ക് പോകണമെന്നാണ് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണവും പ്രകൃതി നിയമവും. പോകാനൊത്തില്ല. എന്താ കാര്യം? പകുതി വഴി എത്തിയപ്പോഴേക്കും അരുത് എന്ന് പറഞ്ഞ പഴം പറിച്ചു തിന്നു. നേരെ അങ്ങോട്ട് പോകാൻ പറ്റാതെ ഗതി തെറ്റി വഴിമാറി ഒഴുകുന്ന പുഴ പോലെ വളഞ്ഞ് ഒടിഞ്ഞു കുത്തി നിൽക്കുന്ന ഒരു ചിത്രമാണ് 6 എന്ന് പറയുന്നത്. ഈ 6ൻ്റെ വളവ് നിവർത്താനാണ് തൊട്ടടുത്ത സംഖ്യ 7 പൂർണ്ണതയിൽ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. 6 എന്ന സംഖ്യ ഓർക്കുമ്പം ഞാനൊരു ഫലിതം ഓർത്തു പോവുകയാണ്. 6 വെളിപ്പാട് പുസ്തകത്തിനകത്തുണ്ട്. അത് ഒരു മൃഗത്തിൻ്റെ സംഖ്യ എത്ര, മനുഷ്യൻ്റെ സംഖ്യ എത്ര? ബുദ്ധിയുള്ളവൻ അതിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. എത്രയാ? 666. 666 അതിനെക്കുറിച്ച് ഈ ഒരു മഹാൻ്റെ മാസയിൽ എഴുതി വിട്ടിരിക്കുന്നു. ചിരിച്ച് മണ്ണ് കപ്പിയെന്ന് പറഞ്ഞേച്ചാൽ മതിയല്ലോ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, എതിർക്രിസ്തു വരുന്നത്, അന്തിക്രിസ്തു വരുന്നത് 3 നിന്നാണ്. എന്ന് പറഞ്ഞാൽ 3 ചേർന്ന സ്ഥലമാണ് മൂന്നാർ. അതുകൊണ്ട് 3 നിന്നാണ് പോലും എതിർക്രിസ്തു വരുന്നത്. നമോവാകം, അല്ലാതെ എന്തോ പറയാനാ. ഞാൻ എറണാകുളം ജില്ലയിൽ താമസിക്കുന്നയാളാണ്. എൻ്റെ അറിവിൽ 3-6 കൂടിയ സ്ഥലം ഞങ്ങളുടെ അടുത്തുണ്ട്. മൂവാറ്റുപുഴ, അത് പുള്ളി കണ്ടിട്ടില്ല. നേരെ മൂന്നാറിലേക്കാണ് പുള്ളി പോയത്. അതാ ക്രിസ്തു അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. ഇതാ ക്രിസ്തു ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടരുത്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. യേശു പ്രത്യക്ഷനാകുന്നത് ഇവിടെ തലശ്ശേരിയിലും തലയോലപ്പറമ്പിലൊന്നുമല്ല. എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും ഈ ഭാഗത്തൊന്നുമല്ല. അതിനൊക്കെ പഠിക്കുവാൻ ധാരാളം സമയം വേണം. കർത്താവ് എവിടെയാണ് പ്രത്യക്ഷനാകുന്നത്? എവിടെയാണ് എടുക്കപ്പെട്ടത്? മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. പോയത് പോലെ വരുമെന്ന വചനം വ്യാഖ്യാനിച്ചാൽ
എവിടെയാണോ എടുക്കപ്പെട്ടത് അവിടെ തന്നെയാണ് യേശു വീണ്ടും വരുന്നത്. അതുകൊണ്ട് മേഘങ്ങളിലേക്ക് കണ്ണു നോക്കിയിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 6-ാം ദിവസത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ദൈവം തമ്പുരാൻ 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചത്? മനുഷ്യനേക്കാൾ ബുദ്ധി, ചിന്ത, വികാരം, ഇച്ഛ, ചിരിപ്പിക്കുവാൻ ഉള്ള ശൈലിയും കഴിവും, ചിരിക്കുവാനുള്ള സ്വതസിദ്ധമായ ശൈലി, ഇതൊക്കെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യന് വ്യത്യസ്തതയുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ വികാരജീവി ആയതുകൊണ്ട് ചിരിക്കുന്നതും കരയുന്നതും ഒക്കെ അതായതുകൊണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പറയുന്ന കാര്യമല്ല, ചിന്തകന്മാർ പറയുന്ന, ചിരിക്കാത്ത ഒരാളുടെ മുഖവും വീട്ടിലെ വളർത്തുമൃഗത്തിൻ്റെ മുഖവും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുമെന്ന്. ഒരു സെൽഫിയൊക്കെ എടുത്ത് വേണമെങ്കിൽ മാച്ച് ചെയ്ത് നോക്കാം, ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിരിക്കും, നമ്മൾ കരയും, അതൊക്കെ നമ്മൾ ചെയ്യും. എന്നാലൊരു ചിന്ത പറയാം. വേദപുസ്തകത്തിൽ കൃത്രിപ്പുകാർ, വേദപുസ്തകത്തിൻ്റെ ദൈവവിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞ് 6-ാമത്തെ ദിവസമാണോ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? എന്തുകൊണ്ട് 1-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചില്ല? ഞാനും അത് ന്യായമായി ചോദിച്ചതാ. ഞാനൊരു ഉപദേശിയുടെ പുറകെ നടന്നാണ് ഉപദേശിപ്പണി പഠിച്ചത് കേട്ടോ. അതിൻ്റെ ഗുണമേ ഉള്ളെന്നാ ഞാൻ പറയുന്നത്. കാര്യം ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിച്ചു, ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഉപദേശിമാരുടെ പുറകെ നടന്ന് പഠിക്കുമ്പം ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഈ ക്ലീനറായി നടന്ന ഡ്രൈവറായാൽ വണ്ടി വഴിയിൽ കിടക്കുകയില്ല. അതറിയാമോ? വണ്ടി വഴി കിടന്നാൽ അതിൻ്റെ ബോണറ്റൊക്കെ പൊക്കി 2 വയറൊക്കെ കടിച്ച് പിടിച്ച് കൂട്ടി മുട്ടിച്ച് പത്രക്കാരെ കൊണ്ട് കൊന്തി തള്ളി വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കി കൊണ്ടുപോകുന്നേ. പക്ഷെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചാൽ വണ്ടി കേടായാൽ അവിടെ കിടക്കും. കാരണം ബോണറ്റ് പൊക്കുന്ന സ്വിച്ച് പോലും എവിടാന്ന് ഇതുവരെ നമുക്കറിയില്ല. ഈ ക്ലച്ചും ബ്രേക്കും വരെ അവൻ്റെ കാലയിലായിരുന്നു. നമ്മുടെ കയ്യിൽ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് BTH ഉണ്ടെന്ന് പറഞ്ഞാലും ബീഡിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പണ്ടാരോ പറഞ്ഞാലും ബീഡി ഉണ്ടെങ്കിലും തീപ്പെട്ടി ഇല്ലാതെ എന്തോ കാര്യത്തിനാണ് നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപദേശി പണി പഠിക്കാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഉപദേശിമാരെ പുറകെ തന്നെ നടന്ന് കുറച്ച് നേരമൊക്കെ പരിശീലിക്കേണ്ടത് ഒരാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞാൻ എൻ്റെ വലിയ പാസ്റ്ററോട് ചോദിച്ചു. അസിസ്റ്റൻ്റ് പാസ്റ്ററായിരിക്കും ഒരു പേരുണ്ട്, വലിയ പാസ്റ്ററും കൊച്ചു പാസ്റ്ററും. ഞാൻ കൊച്ചു പാസ്റ്റർ, അങ്ങനെ കൊച്ചു പാസ്റ്റർ. അപ്പോൾ വലിയ പാസ്റ്ററും കൊച്ചു പാസ്റ്ററും. ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, ആദാമിനെ 1-ാം ദിവസം സൃഷ്ടിക്കാതെ, ഒരു പ്രയോറിറ്റി മുൻഗണന കൊടുക്കാതെ 6-ാം ദിവസം 7-ാം ദിവസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന്. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അനന്തരം ദൈവം തൻ്റെ സകല പ്രവർത്തി നിവർത്തനായിരുന്നു. അതാണ് സ്വസ്ഥത, അതാണ് ശബ്ബത്ത്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവസാനമാണ് ആദാമിനെ സൃഷ്ടി. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഉപദേശി, എന്താണ് ഈ മനുഷ്യൻ 1-ാം ദിവസം സൃഷ്ടിക്കാതെ 6-ാം ദിവസം ഉണ്ടാക്കിയത്? ഉപദേശിയുടെ മറുപടി, എൻ്റെ പൊന്നോ, പ്രൗഢഗംഭീരമായ ചിന്തയിട്ട് ചിന്തിക്കേണ്ട മറുപടി ഉപദേശിമാരെ കയ്യിലിരിക്കുന്നത് കേട്ടോ. നല്ല ഉദാഹരണം. അവർ പറയുക, എൻ്റെ പൊന്നു ജോയി സഹോദരാ, ഈ ആദാമിനെ 1-ാം ദിവസം ഉണ്ടാക്കാത്തതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അതന്നെ അങ്ങനെ പറയാൻ കാരണം, ഈ മനുഷ്യൻ ഈ പൊങ്ങച്ചത്തിന് PhD എടുത്തവൻ. അറിയാം, ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നേ. ഇപ്പോൾ ഒന്നാണ് ഞാനൊരു യോഗത്തിന് പോയപ്പം 468 സീറ്റിംഗ് കപ്പാസിറ്റി ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. 468. ഞാൻ നോക്കിയപ്പോൾ ഒരു 320 പേര് യോഗത്തിനുണ്ട്. ഞാൻ പങ്കെടുത്ത ആ യോഗത്തിൻ്റെ വാർത്ത പിറ്റത്തെ മാസം മാസയിൽ വരികയാണ്, 1000കണക്കിന് ആളുകൾ സംബന്ധിച്ച യോഗമെന്ന്. എനിക്കറിയാം 320 ഉള്ളെന്ന്, 468 സീറ്റിംഗ് കപ്പാസിറ്റിയേ ഉള്ളെന്ന്. പക്ഷേ ഞാൻ വരെ വായിച്ചു, എനിക്ക് അയച്ചു തന്നിരിക്കുക ആ മാസിക, 1000കണക്കിന് ആളുകൾ പങ്കെടുത്ത യോഗമെന്ന്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു, 320 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അപ്പോൾ പുള്ളി പറയുക, കിടക്കട്ടെ, കർത്താവിന് മഹത്വം, നമുക്ക് ചെയ്തൊന്നും ഇല്ലല്ലോ എന്ന്. കർത്താവിന് മഹത്വപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള നുണയെല്ലാം കൂടെ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ ഈ ഉപദേശി പറഞ്ഞു, ജോയി സഹോദര, ഈ ഉപദേശിമാർ നമ്മളൊക്കെ ഈ പൊങ്ങച്ചത്തിന് PhD എടുത്തവനാണെന്നേ. പണ്ട് ഞാനൂല് പറഞ്ഞ പോലെ ഞാനും മൂർഖൻ ചേട്ടനും കൂടിയാണ് ഒരാളെ കടിച്ചു കൊന്നതെന്നൊക്കെ പറഞ്ഞതുപോലെ മനുഷ്യൻ പൊങ്ങച്ചം പറയും. ഞാൻ പറഞ്ഞു, അല്ല, ഇതിൻ്റെ അർത്ഥം പറ ഉപദേശി പറഞ്ഞു, സഹോദര, ആദാമിനെ എങ്ങാനും 1-ാം ദിവസം സൃഷ്ടിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം കട്ടപ്പോക. എന്നാ കട്ടപ്പോക? ആദാം പറഞ്ഞുകൊണ്ട് നടന്നേനെ, 1-ാം ദിവസം എന്നെ ഉണ്ടാക്കി, 2-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ഈ കാണുന്നെല്ലാം ഞാനും അങ്ങേരും കൂടാ ഉണ്ടാക്കിയെന്ന്. ഈ ഗതികേട് ദൈവത്തിന് വരാതിരിക്കാനാണ് നമ്മൾ 7 അല്ല 70 പ്രാവശ്യം പാപം ചെയ്താലും ദൈവം തൻ്റെ വചനത്തിലൂടെ ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും
നോ കോംപ്രമൈസ്. പണവിടെ വിട്ടുകൊടുക്കാത്തൊരു കാര്യമുണ്ട്. എൻ്റെ സ്തുതിയും എൻ്റെ മഹത്വവും ഞാൻ ആർക്കും വിട്ടുകൊടുക്കുക ദൈവമല്ലെന്ന്. അതുകൊണ്ട് സകല സ്തുതിയും സകല മഹത്വവും ദൈവത്തിന് വരേണ്ടതിന് 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തന്നെ കണ്ടോ നിങ്ങൾ? ലോകത്തിൻ്റെ 4 കോണിൽ നിന്ന് കോടിക്കണക്കിന് ചോദ്യങ്ങൾ ആളുകൾ ചോദ്യം. 1-ാമത്തെ ചോദ്യം എന്നാണാവോ? ഉത്തരം ഇൻ ദ ബിഗിനിങ്, ആദിയിലാണ്. 2-ാമത്തെ ചോദ്യം ആരാണാവോ? ദൈവമാണ്. 3-ാമത്തെ ചോദ്യം എന്താണാവോ? ആകാശവും ഭൂമിയുമാണ്. 4-ാമത്തെ ചോദ്യം എങ്ങനെയാണാവോ? ബാം തിയറിയല്ല, ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതാണ്. ലോകത്തിന്റെ 4 കോടിയിൽ നിന്ന് ഉയർന്ന 4000 ചോദ്യങ്ങൾക്ക് വേദപുസ്തകത്തിന്റെ ആദ്യ പുസ്തകമായ ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വചനത്തിൽ തന്നെ വായടപ്പിച്ച് മറുപടി കൊടുക്കുന്ന ദൈവവിശ്വാസിയ ഗ്രന്ഥത്തിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ അതിനേക്കാൾ ഇഷ്ടപ്പെട്ട വ്യാഖ്യാനം പറയാം. ഈ ആദാം ജനിച്ചതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന പോലെ പിന്നെ കുഞ്ഞ് ജനിച്ചു, 3 മാസം കഴിഞ്ഞ് കമിഴ്ന്നു, പിന്നെ അത് മുട്ടുകുത്തി മുല്ലപ്പൂ പോലുള്ള പല്ല് വന്നു, പിന്നെ കുറുക്കി കൊടുത്തു. പിന്നെ അങ്ങനെയൊന്നുമല്ലെന്നേ ആദാം. ഈ പിള്ളേർ കുറച്ച് വലുതായി കഴിഞ്ഞാൽ എന്നാ ചോദിക്കുന്നതിന് നിങ്ങളിരിക്കുന്നത്? ഈ ഇരിക്കുന്ന പിള്ളേർക്കൊക്കെ 80,000 രൂപയുടെ ആപ്പിളിൻ്റെ എന്ത് മതി? മൊബൈൽ മതി. നമുക്ക് ഓറഞ്ച് മതി. മനസ്സിലായോ? ഇവർക്ക് ആപ്പിളിന് മതി. അപ്പോൾ 80,000 രൂപ എന്നാന്ന് പോലും അവർക്ക് അറിയില്ല. അവർ 80,000 രൂപ കാണാൻ കാലങ്ങൾ കിടക്കുന്നു. അപ്പോൾ ഈ ആദാം ജനിച്ചത് എങ്ങനെ നമ്മൾ ജനിക്കുന്ന പോലെ അല്ലെന്നേ. ആരോഗ്യ ദൃഢഗാത്രനായ ഒരു നല്ല ആളായിട്ടാണ് പുള്ളി ജനിക്കുന്നത്. പശു മൃഗങ്ങളൊക്കെ ജനിക്കുന്ന പോലെ പെട്ടത് ചാടി എന്നിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ആളായിട്ടാണ്. അപ്പോൾ ഈ ആദാമിനെ എങ്ങാനും 1-ാം ദിവസം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ദൈവം തമ്പുരാൻ ചോദ്യങ്ങൾ കൊണ്ട് പൂർത്തി മുട്ടിച്ചേനെ. ആദാം ചോദിച്ചേനെ, എനിക്ക് തിന്നാൻ എവിടെ, കുടിക്കാൻ എവിടെ, ജീവിക്കാൻ എവിടെ, ജീവിതം പങ്കിടാൻ എവിടെ, എവിടെ താമസിക്കും, ആരാ ജീവിത പങ്കാളി? ആകപ്പാടെ ചോദ്യങ്ങളായേനെ. ഉത്തരം കനപ്പിച്ച് ഇങ്ങനെ ഞാൻ പറയട്ടെ. ആദാമേ, താങ്കൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ താങ്കൾക്ക് ആവശ്യമുള്ളതെല്ലാം, തിന്നാനും കുടിക്കാനും ജീവിക്കാനും ജീവിതം പങ്കിടാനുമുള്ളതെല്ലാം സൃഷ്ടിച്ചു വെച്ചതിന് ശേഷമാണ്. വിപണിയിൽ വിൽപ്പനയ്ക്ക് വെക്കാതെ, സീല് പൊട്ടിക്കാതെ തമ്പുരാൻ മാറ്റിവെച്ച ശേഷമാണ് താങ്കൾക്കൊരു ജന്മം ലോകത്തിൽ നൽകിയത്. ഇന്ന് രാത്രിയിൽ ഈ തവയത്ത് കോണം എന്ന സ്ഥലത്ത് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആവേശത്തോടെ ഞങ്ങളും വിളിച്ചു പറയട്ടെ, നിങ്ങൾ എവിടെ ജനിക്കുമെന്നും എത്ര വരെ പഠിക്കുമെന്നും എന്ത് ജോലി ചെയ്യണമെന്നും ആരെ കല്യാണം കഴിക്കണമെന്നും എത്ര കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളായിരിക്കണമെന്നും എവിടെ മരിച്ചടക്കപ്പെടണമെന്നും താങ്കൾ ജനിക്കും മുൻപേ തീരുമാനിച്ചു വെച്ച ആ ദൈവത്തെ വിശ്വസിക്കാൻ, രക്ഷിക്കപ്പെടാൻ, സ്നാനപ്പെടാൻ, അഭിഷേകത്തിന്റെ ആരാധനയ്ക്ക് മുന്നോട്ട് വരാൻ, ഈ വേദപുസ്തകം ചുമ്മിക്കൊണ്ട് നടക്കാൻ ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. കരുതുന്ന ഒരു ദൈവത്തെ കരത്തിൽ പിടിച്ചു എന്ന ഉത്തമ ബോധ്യമുള്ളവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ പണ്ട് കാലത്തൊക്കെ പെന്തക്കോസിനെ പറയത്ത്, ഞാനൊക്കെ ആണെങ്കിൽ 1350 വീട്ടുകാരുള്ള അത്തിക്കാട്ട് പള്ളിയിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിയതാ. 2 സഹോദരന്മാർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. 2.25 സെന്റിനകത്ത് താഴെ എന്താണ് ചാണകം കൊണ്ട് മെഴുകിയ തറ, 4 നെറ്റി കെട്ടിപ്പൊക്കി ഓലയിട്ട് മേഞ്ഞ് കാർക്കിച്ച് തുപ്പിയാൽ അടുത്ത പറമ്പിൽ തുപ്പലം ചെന്ന് വീഴുന്ന സ്ഥലം, 10-15 പട്ടികൾ കിടക്കുന്ന ഒരു ആരാധനാലയം. ഞാൻ ചെല്ലുമ്പോൾ ശീമപ്പത്തിൽ കൊണ്ട് അതിലേക്ക് ഓടിച്ച് കളഞ്ഞിട്ട് ഞാൻ പായൊക്കെ ഇടുന്നത്. അപ്പം എൻ്റെ അപ്പൻ ഒരിക്കൽ കണ്ടപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഈ ചെക്കന് വട്ടാണ്, എനിക്ക് വട്ടാൻ 1350 വീട്ടുകാരുള്ള മൊസൈക്കിട്ട അന്നത്തെ പള്ളിയിൽ നിന്ന് ഈ ചാണകം മെഴുകിയ തറയിലേക്ക് പോകാൻ എന്താണ് കാരണമെന്ന് അന്ന് അവർക്ക് മനസ്സിലായില്ല. അന്ന് മാത്രമല്ല ഇന്നും പലർക്കും മനസ്സിലായിട്ടില്ല പ്രിയപ്പെട്ടവരെ. അന്ന് ഞങ്ങൾ പാടിയൊരു പാട്ടുണ്ട്, ആഴിയം ഓർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അലകൾക്ക് തെല്ലും ഭയപ്പെട്ടിട്ടില്ല. സ്വന്തം മകനെ കുഴിച്ചിടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അടുത്ത പറമ്പിൽ നിന്ന് പാതിരാത്രിക്ക് മണ്ണ് കോരിക്കൊണ്ടുവന്ന് കയ്യാല വെച്ച് മറച്ച് ആ മണ്ണ് മാന്തിക്കളഞ്ഞ് ശവമടക്കിയ കാലഘട്ടം പിതാക്കന്മാർക്കുണ്ടായിട്ടുണ്ട്. അന്നും ഇന്നും നിരവധി ഭാരങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോൾ കലപ്പയിൽ നിന്ന് കൈയെടുക്കേണ്ടി വന്നിട്ടും ഒരു കരം മാത്രം എടുത്ത് കൈലേശ കൊണ്ട് കണ്ണുനീർ തുടച്ചിട്ട് മറുകരം കലപ്പയിൽ മുറുകെ പിടിച്ച് അന്നും ഞങ്ങൾ പറഞ്ഞു, ഇന്നും ഞങ്ങൾ പറഞ്ഞു, ദൈവം കരുതും, ദൈവം കരുതും. ആ കരുതൽ വിശ്വസിക്കുന്നവർക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒന്നുകൂടെ വ്യക്തമായി പറയട്ടെ, താങ്കൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം കണ്ടാൽ
A to Z എന്ന് പറഞ്ഞാൽ മൊത്തം ചെലവ് സ്വർഗം വഹിക്കും. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, മോശ ജനിച്ചപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവൻ ദിവ്യ സുന്ദരനാണ്. സുന്ദരനായതുകൊണ്ടല്ല ചെലവേറ്റെടുത്തത്, അവൻ മിസ്രയീമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുമെന്ന് കണ്ടപ്പോൾ, അവൻ പാളയത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ നിന്ന ചുമക്കുമെന്ന് കണ്ടപ്പോൾ, അവൻ കുടിച്ച മുലപ്പാലിന്റെ പണം മുതൽ ഒരു മനുഷ്യന്റെ ആവശ്യം ആരംഭിക്കുന്ന അമ്മിഞ്ഞപ്പാൽ കുടിച്ചുകൊണ്ട് അത് അവസാനിക്കുന്ന ആഗ്രഹം ഒരു ശവപ്പെട്ടിയാണ് സുഹൃത്തെ. അതിനപ്പുറത്ത് അടിയന്തരമായ ഒരു ആവശ്യവും ഞങ്ങൾ പരിഗണിക്കാറില്ല. ആദ്യത്തെ ആവശ്യം അമ്മിഞ്ഞപ്പാല്, അവസാനത്തെ ആവശ്യം ഒരു ശവപ്പെട്ടി. മോശ ദൈവത്തിനെ നിൽക്കുമെന്ന് കണ്ടപ്പോൾ അവൻ കുടിച്ച മുലപ്പാലിന്റെ പണം ദൈവം നമ്പുരാൻ സർക്കാർ ഖജനാവിൽ നിന്ന് അമ്മയുടെ കയ്യിലെത്തിച്ചു. ഇന്ന് വരെ അമ്മയുടെ മുലപ്പാലിന്റെ പണം കൊടുത്ത ഒരു കളക്ടർമാരും ഗവർണർമാരും ലോകത്തിലില്ല. രണ്ടാമത്തെ കാര്യം, അവനെ അടക്കിയ പെട്ടി. ഞാനോ നിങ്ങളോ അടക്കിയിരുന്നെങ്കിൽ 3000 രൂപയ്ക്ക് ഒരു ഉരുക്കിന്റെ പെട്ടി മേടിച്ച് 2000 രൂപയ്ക്ക് വർണ്ണക്കടലാസം ഒട്ടിച്ച് 12000 രൂപ ശവപ്പെട്ടി കച്ചവടക്കാരും കൂടെ അടക്കുമായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, നിന്നെ അടക്കുന്നത് ഞാനാ. നെബോ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി വരാൻ പറഞ്ഞു. പിസ്ഗാ മലമുകളിൽ യഹോവയുടെ മടിയിൽ അവനെ ഉറക്കി യാത്രയാക്കി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ദൈവത്തിനായി ഇറങ്ങുമെന്ന് കണ്ടാൽ നിന്റെ അമ്മയുടെ മുലപ്പാലിന്റെ പണം മുതൽ നിന്നെ അടക്കുന്ന പെട്ടിയുടെ പണം വരെ പേയ്മെന്റ് ചെയ്യുവാൻ കരുത്തുള്ള ദൈവം നമുക്കുണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറാകും? പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ഇന്ന് രാത്രി അവന്റെ മേലിട്ടുകൊള്ളുവീ. ഞങ്ങളുടെ ഉപദേശിമാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വിശ്വാസികളെ കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ആൾ പറയും പെന്തക്കോസിനകത്ത് ചെന്നാൽ അമേരിക്കയിൽ നിന്ന് കാശ് വരും, അവിടെ നിന്ന് വരും, ഇവിടെ നിന്ന് വരും. ഇപ്പം മനസ്സിലായി എങ്ങും വരികയില്ലെന്ന്. താണ്ട ഉപദേശിമായ ഒരു മറ്റു എന്നെ ഇരിപ്പ നോക്കിക്കേ, വെള്ള ഷർട്ടൊക്കെ ഇട്ട് എന്നാ സെറ്റപ്പിലായിരിക്കുന്നത്, വെള്ളക്കൊക്കെ മീനെ പിടിക്കാതിരിക്കുന്ന പോലെ എന്നെ ഐശ്വര്യമാണെന്ന് നോക്കിക്കേ. ഇതുങ്ങളെയൊക്കെ കണ്ട 10 കാശില്ലെന്ന് ആരെങ്കിലും പറയുമോ? ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് 4 പക്കം മറുപടി ചെന്നപ്പം അവർക്കൊന്നും അറിയത്തില്ല പെന്തിക്കോസ് തന്നെയാണെന്ന്. ഭാര്യ TPM കാരിയാണ്. അപ്പോൾ അവിടുത്തെ ഉപദേശിമാരുടെ വെള്ളക്കുപ്പായവരെ കണ്ടിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, എപ്പോൾ നോക്കിയാലും വെള്ളയാണല്ലോ അളിയ. അതെ, എന്നാ പരിപാടി? സുവിശേഷ വേല. അപ്പോൾ ഒരാളും ചോദിക്കുക സൈഡാണോ മെയിനാണോ എന്ന്. ഞാൻ പറഞ്ഞു മെയിനാ. എങ്ങനെയാ ജീവിക്കുന്നത്? വിശ്വാസത്താൽ. ഇപ്പം ഞങ്ങൾക്കൊന്നും ശ്വാസമില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ തർക്കിക്കാൻ വന്നല്ലോ, പെണ്ണിനെയും കൊണ്ട് വന്നല്ലയോ, പോകണ്ടായോ? പിന്നെ ഒടുവിൽ ചോദിക്കുക എന്നാന്നറിയാമോ? അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എപ്പോൾ നോക്കിയാലും നല്ല ടിപ്പ് ടോപ്പനായി. അങ്ങനല്ലേ TPM ഉപദേശിമാരൊക്കെ അങ്ങനെ, ഞങ്ങളും അങ്ങനെ ടിപ്പ് ടോപ്പനായി നല്ല വെള്ള മുണ്ടും നല്ല. അതിൻ്റെ പുള്ളി ഒരു വാക്ക് പറഞ്ഞു, അതിന് മാത്രം കിട്ടുന്നുണ്ടോയെന്ന്. അന്ന് എൻ്റെ സ്വതന്ത്രക്കാഴ്ച 17 രൂപയാണ്. ഞാൻ പറഞ്ഞു അതിന് മാത്രമേ കിട്ടുന്നുള്ളൂ. മനസ്സിലായോ? ഈ സൂപ്പർവൈറ്റ് മേടിക്കാൻ അല്ലേ, അത്രയേ ഉള്ളെന്ന്, അതിന് മാത്രമേ കിട്ടുന്നുള്ളെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ഉപദേശിമാർക്കാണോ നിങ്ങൾക്കാണോ പൈസ കൂടുതൽ? ന്യായമായി ചിന്തിച്ചാൽ ഇവിടുത്തെ മെഗാ ചർച്ചകളുടെ കാര്യമല്ല ഈ പറയുന്നത്. ഞങ്ങളുടെ അകപ്രിയ ഗോസ്വാമി മിഷൻ ഞങ്ങൾക്ക് 217 ചർച്ചുണ്ട് കേരളത്തിൽ, 100 സഭ. ഞാനെൻ്റെ മിഷൻ ഡയറക്ടറാണ്. അവിടെ ഇരിക്കുന്ന ആൾ ആണ്ട് കുറേ ചന്ദ്രൻ ഭാഷയൊക്കെ ഇരിക്കുന്നു. എന്നാ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ തല്ലിക്കൊല്ലും. കാരണം അതിന് ഈ ഇത് വെറുതെ മനുഷ്യൻ നാണം കെടുത്താൻ വിളിച്ചു പറഞ്ഞല്ലോ എന്ന് പറയും. ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ ഉപദേശിമാർക്ക് ഈ ഉപദേശിമാർക്ക് സാലറി എന്ന് പറയാറില്ല. ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആ സാലറി സ്വീപ്പർ പോസ്റ്റ് ആണെങ്കിലും സർക്കാർ വക സാലറിയാ. 16,000, 26,000, 1 ലക്ഷമൊക്കെ സാലറിയാ. ഉപദേശിമാർ പറയുന്ന സപ്പോർട്ട് കേട്ടിട്ടുണ്ടാകും. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആണ്ട് സിദ്ധാജ ഭാഷയ്ക്ക് പുള്ളിക്ക് അതിനൊക്കെ അറിയാം. എന്നറിയാം, ഈ കൊലച്ചു വരുന്ന വാഴയ്ക്ക് കൊടുക്കുന്ന ഊന്നിൻ്റെ പേരാണ് സപ്പോർട്ട്. മനസ്സിലായോ? അതാ ഉപദേശിമാർക്കൊക്കെ എന്താ കൊടുക്കുന്നത്? സപ്പോർട്ട്. അപ്പം നമ്മളെയൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. സപ്പോർട്ടാണ് സിദ്ധാജ ഭാഷ കൊടുക്കുന്നത്. ഇങ്ങനെ എന്നിട്ട് പറയും വാഴക്കൊല മൂത്ത് കഴിയുമ്പം സപ്പോർട്ട് എടുത്ത് വേറെ വാഴയ്ക്ക് കൊടുക്കും. അങ്ങനെ പറഞ്ഞേക്കണേ. പക്ഷേ സിരുരാജഭാസയെ വിറ്റ കാശ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ വാഴക്കൊല ഒരിക്കലും മൂക്കുകയില്ല. അതറിയാമോ? മൂക്കുവോ? ഞങ്ങളുടെ വാഴക്കൊല പ്രഹ്ലാദന്റെ പ്രായം പോലെ എപ്പോൾ നോക്കിയാലും മൂക്ക്. എന്നത് 4 ഇറച്ചി പിടികളുടെ കാശില്ലെന്നേ. എന്നാൽ നിങ്ങൾ ഓർത്തോ പ്രിയപ്പെട്ടിട്ട്, ഈ 500 രൂപയ്ക്കും 600 രൂപയ്ക്കുമൊക്കെ ഇങ്ങനെ സ്വത്രക്കാഴ്ച കിട്ടി ജീവിച്ചിട്ടും മുഖത്ത് വല്ല ചുളി കൊണ്ടോ പ്രിയപ്പെട്ടവരെ? എന്താ കാര്യം എന്നറിയാമോ? ചിലർക്കൊക്കെ പെൺപിള്ളേരെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് 2 പെൺപിള്ളേരാന്നേ. എന്നോട് ചോദിക്കും എത്ര മക്കളാ? 2 പേര്. ഇങ്ങനെ അവരെ വ്യാഖ്യാനം, ഒരാണും അല്ല 2 പെണ്ണ്. ഞാൻ പറഞ്ഞു ഇയാൾ ഉരുകണമെന്ന് ഇയാൾക്കാണ് ഉണ്ടായത്, എനിക്കല്ലേ ഉണ്ടായത്. ആടാ പ്ലാസ്റ്റിക് ഉരുന്നത് ഇയാൾ ഉരുന്നത്. എൻ്റെ 2 പെൺപിള്ളേർ
ആണ്ട് ചന്ദ്രൻ മാഷ രണ്ടുപേരും കർത്താവ് കല്യാണം കഴിപ്പിച്ച് 2 ഉപദേശിമാരത് എനിക്ക് കിട്ടിയത്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞ പോലെ സന്തോഷമാണെന്ന്. ദൈവം എൻ്റെ ഉപദേശിമാരെ ദൈവം പെൺമക്കളെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട് വിട്ട് വീട് വിട്ട് നാമധേയ കൂട്ടം വിട്ട് നാടുമുറ്റവും 4 മുറിയും വിട്ട് ഒരു ചർച്ചിൻ്റെ സൈഡിൽ പാഴ്സയിൽ ഒതുങ്ങാൻ നിങ്ങൾ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന കരുതൽ നിങ്ങൾക്കറിയാൻ ഒക്കത്തില്ല. കേട്ടോ, കൃത്യസമയത്ത് ഹാഗാറിന്റെ മുൻപാകെ ഉറപ്പെട്ടതുപോലെ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി കരുതുമെന്ന്. ആദാമേ, നീ സൃഷ്ടിക്കപ്പോൾ തന്നെ നിനക്ക് വേണ്ടി ഹവ്വായെ കരുതിയെങ്കിൽ ഇസഹാക്കിന്റെ പ്രായത്തേക്കാൾ 1 വയസ്സിന് മൂപ്പുള്ള പ്രായമാണ് കോലാട്ടിൻ കുട്ടിക്കെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം കൊമ്പ് കാട്ടിൽ കുരുങ്ങണമെങ്കിൽ ഇസഹാക്ക് 1 കൊല്ലം പ്രായം കോലാടിനുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആദാമിന് മുൻപ് ഒപ്പം തന്നെ ഹവ്വ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ഇസഹാക്കിന് 1 കൊല്ലം മുൻപ് കോലാട്ടുകൊറ്റൻ അവന്റെ കുടുംബം സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ പെസഹ കുഞ്ഞാട് 4 ദിവസം മുൻപേ പ്പെട്ടെങ്കിൽ ഏലിയാവിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുവാൻ വായിച്ച അറിവെച്ച് പറഞ്ഞാൽ നൈജീരിയയിലുള്ള റാവേൽ വിഭാഗത്തിൽപ്പെട്ട 3 മീറ്റർ നീളമുള്ള 10 കിലോ ഭാരം ചുമക്കാൻ കഴിയുന്ന ആ കാക്കയെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ജീവിച്ചിരിക്കുന്ന യഹൂദരെ നിനക്ക് വേണ്ടി 4000 വർഷം മുൻപ് പെസഹ കുഞ്ഞാടായി യേശുവിന് മരിക്കാൻ കഴിയുമെങ്കിൽ ഈ രാത്രി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്. പുളിങ്കൊമ്പിൽ തന്നെയാ പിടിച്ചിരിക്കുന്നത്. അവനൊപ്പം പറയാൻ ഒരാളില്ല. യേശുവിനെ വിശ്വസിക്കുന്ന പോലെ, അവനെ കരുതുന്ന പോലെ, അവന്റെ പിന്നാലെ പോകുന്ന പോലെ വാർത്തകൾ എത്തുമ്പോഴല്ല അവന്റെ പുറകേണ്ടത്. ഇന്ന് രാത്രി ഞങ്ങൾ വെല്ലുവിളിച്ച് പറയുകയാണ്, ജീവനുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, പദവിയുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ യേശുവിന്റെ പിറകെ വാ. അനുഗമിക്കുവാൻ കൊള്ളാകുന്ന, ആദരിപ്പാൻ കൊള്ളാകുന്ന ഒരു ദൈവമത്രേ ഞങ്ങൾ പറയുന്ന യേശു ക്രിസ്തു. 6-ാം ദിവസത്തിന്റെ പ്രത്യേകതയിലേക്ക് ഞാൻ വരികയാണ്. എന്താണ് 6-ാം ദിവസം അറിയാമോ? ആദാം മുതൽ എബ്രഹാം നോഹ വരേക്ക് 2000 കൊല്ലമാണ്. അവിടെ മുതൽ യേശുക്രിസ്തുവിന് 2000 കൊല്ലമാണ്. ഇപ്പം എത്രയായി? 4000. യേശുക്രിസ്തു ഇപ്പം വരെ എത്രയായി? അതും അറിയാമല്ലേ? 2024. ഇപ്പം മൊത്തം എത്രയായി? ആദാം ജനിച്ചിട്ട് ഇതുവരെ 6024 കൊല്ലമായി. ഇവിടെയും കൃത്രിപ്പുകാർ ചോദിക്കാം, പുരാതന പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നുണ്ടല്ലോ, കോടിക്കണക്കിന് വർഷങ്ങൾ. ദിനോസറുകളുടെ ഫോസിലുകൾ കോടിക്കണക്കിന് വർഷങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനും 2-ാമത്തെ വാക്യത്തിനും ഇടയിലുള്ള 4 തിയറികൾ, യാം തിയറിയും ഗ്യാപ് തിയറിയും തിരമാലകളുടെ സിദ്ധാന്തവും 1000 സംവത്സരങ്ങളെ ദിവസങ്ങളായി കാണുന്ന ആ സിദ്ധാന്തമൊക്കെ പഠിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത്. അത് ഈ വേദിയിൽ പറയേണ്ട ആവശ്യമില്ല, സൗകര്യവും വിട്ടുകളയുന്നു. ഇങ്ങനെ പറഞ്ഞോട്ടെ, ഇന്ന് നാം ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയിലെ ആദ്യ മനുഷ്യനാണ് ആദാം. അപ്പോൾ ക്ലിയർ ആകും. അവിടെ മുതൽ ഇതുവരെ 6024 കൊല്ലമായി. ഇത്രയും പിടി കിട്ടിയല്ലോ. കണക്കായതുകൊണ്ട് സുതാര്യമായി പറയുക. അപ്പോൾ ആദാം ജനിച്ചിട്ട് ഇതുവരെ എത്ര കൊല്ലമായി? 6024 കൊല്ലം. ഇതുവരെ നിങ്ങളുടെ 1000 സംവത്സരങ്ങൾ. ബാക്കി പറഞ്ഞ് യഹോവയ്ക്ക് എത്ര ദിവസമാ? 1 ദിവസം. ഇത്രയും മനസ്സിലായില്ലോ? ഒന്നുകൂടെ പറയാം. അപ്പോൾ 6000 വർഷമായി മനുഷ്യവർഗം ഉണ്ടായിട്ടെന്ന് ബൈബിൾ ആദാം മുതൽ ഇങ്ങോട്ട്. അപ്പോൾ ഈ 6000 വർഷം ദൈവത്തിൻ്റെ കടയിൽ എത്ര ദിവസമായി? 6 ദിവസം. അപ്പോൾ 6 ദിവസമായെങ്കിൽ AD 2000 മുതൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലയളവ് 7000ാമത്തെ വർഷമാണെന്നും 7ാമത്തെ സഹസ്രാബ്ദമാണെന്നൊക്കെ പറയാമെങ്കിലും വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ എത്രാം ദിവസമാണിത്? 7ാം ദിവസം. അത്രയേ ഉള്ളെന്ന് ഈ കണക്ക് ഇപ്പം പിടികിട്ടിയല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എത്രാം ദിവസത്തിലാണ്? 7ാം ദിവസം. ഇനി പഴയമത്തിലേക്ക് വരാം. പഴയമം നിഴലാണ്, പുതിയമം എന്താണ്? പൊരുളാണ്. പിതാക്കന്മാരിട്ട് അതിൽ ഞാൻ മാറ്റുന്നില്ല. നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. പഴയമത്തിൽ 6 ദിവസം കഴിഞ്ഞ് 7ാം ദിവസം എന്ന് പറയുന്നത് സ്വസ്ഥതയാണ് മക്കളെ. സ്വസ്ഥത, വിശ്രാമം, ശബ്ബത്ത് എന്ന് പറയുന്നത് പഴയമത്തിൽ 4 വകുപ്പാണ്. ശബ്ബത്തുകൾ മാറിപ്പോയി. ശബ്ബത്ത് മാറിപ്പോയിട്ടുണ്ട്. എബ്രായ ലേഖനം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യപുത്രനോ ശബ്ബത്തിനും കർത്താവാകുന്നു. ശബ്ബത്ത് മാറിപ്പോയി. ഇങ്ങനെ ഇപ്പം അങ്ങനെ ദിവസം ഉണ്ടോ? ശബ്ബത്തെന്നും നമ്മൾ ആചരിക്കാറുണ്ടോ? ശബ്ബത്തിൽ മൃഗങ്ങളെ ജോലി എടുപ്പിക്കാറില്ല. നിശ്ചിത സമയം പണിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ നിശ്ചിത ദൂരം യാത്ര ചെയ്യാനൊക്കത്തില്ല. ആരാധനയുടെ ദിവസമാണെന്ന്. ഇങ്ങനെ ദിവസം ഉണ്ടോ ഇപ്പം? ഇല്ല. പണ്ടൊക്കെ പെന്തക്കോസ്തുകാർക്ക് രാവിലെ ശനിയാഴ്ച മുതലേ ആരാധനയാണ്, ഇല്ലയോ? കാത്തിരിപ്പ് യോഗം ശനിയാഴ്ച ദിവസം. ഞായറാഴ്ച രാവിലെ വരും, കുത്തിരിപ്പും പ്രാർത്ഥനയും സൺഡേ സ്കൂളും. 1/2 മണിക്കൂറൊക്കെ മുട്ടുകുത്തി എന്നേച്ചാണ് ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് തീരത്തില്ലെന്നേ പ്രവാചകൻ വന്ന് ദൂതൊക്കെ പറഞ്ഞ്
2 മണിയായി പോകുന്നേ. 4 മണിക്ക് 5 മണിക്ക് ഏതെങ്കിലും കവലയിൽ ഒരു തടലത്തുനിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്ന ഉപദേശിയും സഭക്കാരെയും കാണാം. അതാണ് പണ്ടത്തെ പെന്തക്കോസ്. ഇന്ന് മാറിപ്പോയില്ലേ, കാലങ്ങൾ മാറിപ്പോയപ്പോൾ ഇന്ന് പിന്നെ 3 മണിക്കൂറായി ഇല്ലേ? നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഇപ്പം സമയം എത്ര? 3 മണിക്കൂറാണ്. അതൊക്കെ ഭയങ്കര ഉടായിപ്പ. 10 മണിക്ക് തുടങ്ങും, 1 മണിക്ക് തീരും. ചില മഹാന്മാർ വരുന്ന 10:30, ആദ്യത്തെ അരമണിക്കൂർ പോയി. ചിലർ പോകുന്ന 12:30, അപ്പം അരമണിക്കൂർ പോയി. അതുകൊണ്ട് ഇന്നാളെ ഒരാൾ സഭായത്തിനിടയ്ക്ക് സൈഡിൽ കൂടെ മുട്ടയിലെഴിഞ്ഞ് പുൾപ്പിറ്റിലേക്ക് വരുന്നു. ഞാൻ വിചാരിച്ചു നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മനദിയുടെ പ്രവാഹം കയറി മറിഞ്ഞിട്ട് ഉരുൾപൊട്ടലിന് മലകൾ വരുന്ന പോലെ വരുന്നത് അല്ല. പുള്ളി പാസ്റ്റോട് 100 രൂപ നേരിട്ട് സ്വത്രക്കാഴ്ച കൊടുത്തിട്ട് ഏതാണ്ട് വെഞ്ചരിപ്പിന് പോകാൻ പെർമിഷൻ മേടിക്കാൻ വരുന്ന വരവാ മുട്ടയിലെഴിഞ്ഞ് വരുന്നത്. അങ്ങേര് വന്നപ്പോഴേ അവിടെ എത്തുകൊണ്ട് സ്വത്രം എന്ന് പറഞ്ഞു. അരമണിക്കൂർ വൈകിയാണ് വന്നത്. ഇടയ്ക്കിടയ്ക്ക് കിടിലം കൊള്ളിക്ക് നാമിട്ടാ പൊട്ടിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ പുള്ളി ഭയങ്കര ആത്മീകനാണല്ലോ, പ്രസംഗത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു ഒരു അനക്കമായി സഭയ്ക്ക്. പാസ്റ്റർ പറഞ്ഞു പിന്നെ 4 ആഴ്ചയായി വന്നിട്ട് ഇനി 4 ആഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. 4 ആഴ്ചയിലെ സ്വത്രം ഒരുമിച്ച് പറയുന്ന രംഗമായി കേൾക്കുന്നേ കണ്ടോ. നമ്മളിവരൊക്കെ വിലയിരുത്തിയെങ്ങനെയെന്നറിയാമോ? ഇപ്പം നമ്മൾ പറയുകയാണ് എന്താണ്, ആദ്യത്തെ ആകപ്പാടെയുള്ള 3 മണിക്കൂർ നേരത്തെ അരമണിക്കൂർ വീതം പോയി. ബാക്കി എത്ര സമയമുണ്ട്? 2 മണിക്കൂർ. ആ 2 മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? 3 പ്രാവശ്യം തുപ്പാൻ പോകും, 2 പ്രാവശ്യം മൂത്രമൊഴിക്കാൻ പോകും. ഒരു കൊച്ചുകുട്ടി കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സൂപ്പർ ബമ്പർ ലോട്ടോ. അത് അനങ്ങാതിരിക്കുക, അതിനെ പിടിച്ചൊരു വിച്ചും അതേപോലെ കരയോണും അതിനെ പള്ളിപ്പിണ്ട് തൊട്ടെടുത്തോണ്ട് പോകും. അങ്ങനെ നടക്കും. ഓറഞ്ച് തൊണ്ട് പൊളിച്ച് കൊടുക്കുന്നു, അതിന് വേണ്ട തള്ള തിന്നും. ആപ്പിള് 4 മുറിച്ച് കൊച്ചിന് കൊടുക്കുന്നു, അതിന് വേണ്ട തള്ള തിന്നു. അതൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യമാണല്ലോ. ചില സഹോദരിമാർ ആറരയ്ക്ക് വരുന്നതിന് വലിയ ബിഗ് ഷോപ്പിൻ്റെ സഞ്ചിയുമായിട്ടാണ് 1 ലിറ്റർ പാല്, 1 കിലോ ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, നാറ്റി ബിസ്ക്കറ്റ് നമ്മളെ കൊച്ചിന് കൊടുക്കണം. അല്ലെന്നേ, കൊച്ചിനെ പ്രസവിച്ചപ്പം കൊച്ച് 1,750, ഈ സഹോദരി വെറും 67 കിലോ. 6 മാസം കഴിച്ചപ്പം കൊച്ച് 1,850, 100 ഗ്രാമേ കൂടിയിട്ടുള്ളൂ. ഇത് 98. അപ്പം സംഗതി ഇന്നതൊക്കെ ആരും നമുക്ക് സംഗതി മനസ്സിലായില്ലോ. കാര്യങ്ങൾ പിടിയിട്ടില്ലേ? നമ്മുടെ പള്ളിക്കകത്തല്ലാതെ ഈ ബിസ്ക്കറ്റ് തീറ്റയില്ല. ശരിയാണെന്നോ ഞാൻ പറഞ്ഞേ? അവിടെ CSI പള്ളിയിലോ മർത്തോം പള്ളിയിലോ കത്തോലിക്ക പള്ളിയിലും പിള്ളേർ ബിസ്ക്കറ്റ് അവർ കുത്തി അവിടെ ഇരിക്കുക. നമ്മുടെ പള്ളിയിൽ ഇതെല്ലാം തിന്നുവന്നേ. തീറ്റയും കുടിയും ബഹളമൊക്കെ ഇവിടെ ഭയങ്കര സംഭവമാണെന്നേ. ഞാൻ പറഞ്ഞ പോലെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യത്തെ അരമണിക്കൂർ പോയി, പിറ്റത്തെ അരമണിക്കൂർ പോയി. പണ്ടാ ചോദിച്ച പോലെ എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗം? വൈകിച്ചെന്നതുകൊണ്ട് ആദ്യം കേട്ടില്ല. അവസാന ഭാഗം ഉണ്ടായിരുന്നു, പോരാൻ ധൃതിക്ക് അതും കേട്ടില്ല. നടുക്കെങ്ങനെ ഉണ്ടായിരുന്നു? ചെന്ന ക്ഷീണത്തിന് മയങ്ങിയത് കൊണ്ട് അതും കേട്ടില്ല. പിന്നെ ഏതാ കേട്ടേന്ന് ആർക്കറിയാം? എന്നിട്ടാണ് നമ്മളോട് ആമേൻ കർത്താവായ യേശുവേ വേഗം എന്തോന്നിന് നമ്മളോട് ആരാധനയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗം എവിടെയെങ്കിലും സൗകര്യം വിട്ടുകളയുകയാണ്. ശബ്ദത്ത് മാറിപ്പോയെങ്കിലും അനുഭവം മാറി വന്നിട്ടില്ല. അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. കോവിഡ് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആരാധന പിന്നെയും ചുരുങ്ങി കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നി കോവിഡ് സമയത്ത് 1 GB ആരാധനയാണ്. 1 GB 3 മണിക്കൂറൊക്കെ വിട്ടു. ഇപ്പം 1 GB ആരാധനയാണ്. അതിന് തന്നെ മഹാന്മാരാരും കയറാറില്ല. അവർ പറഞ്ഞ് നെറ്റില്ല എന്നാ പറയുന്നത്. ആരാധന കഴിയുമ്പം അവൻ ഓൺലൈനിൽ ഉണ്ട് താനും. അവൻ ഓൺലൈനിലുണ്ട് താനും. അവൻ്റെ നോക്കിയ സംഗതി ഓൺലൈനിലുണ്ട് താനും. ആണ്ട് ആരാധന കഴിഞ്ഞപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പം പെന്തിക്കോസ്തുകാർ 33% ഹോളിൽ കയറിയിട്ടില്ലെന്നേ. അവർ പറഞ്ഞ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നാട്ടിലെങ്ങും കോവിഡില്ല. പക്ഷേ ആ കോവിഡെല്ലാം ഞായറാഴ്ചയാകുമ്പോൾ കടന്നൽ കൂട് കണക്കെ സഭാകാളിനകത്ത് കുത്തിയിരിക്കുകയെന്നാണ്. 2 കടകൾ ഇതുവരെ അടച്ചിട്ട് പോലുമില്ല. ബാങ്കും അടച്ചിട്ടില്ല, പിന്നെ ഇറച്ചിക്കടയും അടച്ചിട്ടില്ല കോവിഡ് കാലഘട്ടത്തിലും. ഈയിടെ ഒരു അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചെന്താ ആരാധിക്ക് വരാത്ത കോവിഡ് കഴിഞ്ഞ് എന്നാ വാസ ആരാധിക്ക് വരുന്നത്? ആൻ്റെ പവർ വിഷനിൽ എന്തോരും പ്രസംഗവാസ, എന്തോരും ഉപദേശിമാര്, എന്നെ ആരാധനയാ, എൻ്റെ ഈ ബോസം പറഞ്ഞ പോലെയൊക്കെ ഇഷ്ടമല്ലോ ആരാധന. പാസിപ്പ് എന്തോ പ്രസംഗിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായം. ഇനി ആ കട്ടപ്പാട് തീരാൻ 42 വരണ്ടായോ? അത് തീരുമ്പോൾ വരാമെന്ന്. അതുവരെ കട്ടപ്പാട് ഞാൻ വരുന്നില്ലെന്നും പാസ് പറഞ്ഞു. എന്നാലും അങ്ങനെയൊക്കെ എന്തോ പവർ വിഷന് എന്തോ ഒരു പാസന്മാര്. പവർ വിഷനെ ഞാൻ കുറ്റം പറയാൻ വേണ്ടി വന്നതല്ല. അതിലെ വീട്ടിലെ സഭായോഗം എന്നാ നിങ്ങൾക്കെല്ലാം അറിയാമോ? അത് ഈ ആരാധനയ്ക്ക് പോകാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നല്ലേ ഞായറാഴ്ച വീട്ടിലെ സഭായോഗം ആണെന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ. അതുകൊണ്ട് കഴിച്ച് ഞാനും പവർ വിഷനിലെ പ്രശ്നം എന്നോട് അതിനകത്ത് ഈ വയ്യാത്തവർക്ക് വെച്ചിരിക്കും, പോകാൻ പറ്റാത്തവർക്ക് വെച്ച് ഇവർ സഭകളൊക്കെ വെച്ചിരിക്കും. അല്ല, നമ്മൾ ആരെ മുടക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നല്ല. എന്തായാലും ആകട്ടെ, നമ്മച്ച് എങ്ങനെ പറഞ്ഞു, അവിടെ ഇഷ്ടംപോലെ TV-യിൽ ഭാഷന്മാരുള്ളത് കൊണ്ട് ഞാൻ സഭായോഗത്തിന് വരുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ കുളിമുറിലും തെന്നി വീണു.
അപ്പോൾ അമ്മച്ചി വേഗം ബാസെ വിളിച്ചു, ബാസെ എന്തോ ഓടിവായോ, ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ശുശ്രൂഷയുണ്ട് കേട്ടോ. കാരണം ഈ പിള്ളേരെല്ലാം കൂടെ വിദേശത്ത് പോയത് കൊണ്ട് ഈ കാരണന്മാരെയൊക്കെ നോക്കുന്നത് ഞങ്ങളാണ്. അവർക്ക് അരി മേടിച്ചു കൊടുക്കുന്നത്, റേഷൻ മേടിച്ചു കൊടുക്കുന്നത്, ഗ്യാസ് കുറ്റി കൊടുക്കുന്നത് എല്ലാം ഇപ്പം ഞങ്ങളുടെ പണിയാണ്. അവർ ബന്ധുക്കാരെ എല്ലാം വിളിച്ച് ബാസെ അപ്പൻ എങ്ങനെയുണ്ട്, എന്നാ ഉണ്ടെന്ന എല്ലാം നമ്മുടെ കയ്യിലാണ് അപ്പം കണക്കൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അമ്മച്ചി വിളിച്ചു, ബാസെ ഓടിവായോ. ബാസ ചോദിച്ചു എന്തോന്നിന്, അപ്പച്ചൻ കുളിമുറി വീണു. അപ്പോൾ ബാസ പറയാ, ആ ടി വിയിൽ കുറേ പാസ്റ്റർമാരുണ്ടല്ലോ, അതിലൊരു ഭാഷയെ വിളിച്ച് ആസ്വദിച്ച് പൊക്കോളാൻ പറഞ്ഞു. പിന്നല്ല, അത് ഒരാളൊക്കെ നോക്കി അത് നന്നായി എന്ന് ഞാനും പറയുന്നു. അതുകൊണ്ട് ഞാൻ ഈ സമൂഹത്തോട് പറയാണ് കേട്ടോ, കയ്യും കാലും ആരോഗ്യമൊക്കെ ഉള്ളപ്പം ഇങ്ങനെയൊന്നും നമ്പറടിച്ച് നിൽക്കരുത്. ദൈവത്തെ സ്തുതിക്കുവാൻ നേരിട്ട് വന്നു കൊള്ളണം. അപ്പോൾ ഈ ശബ്ബത്ത് അനുഭവം ശേഷിപ്പിച്ചിട്ടുണ്ടോ? എബ്രായ ലേഖനത്തിൻ്റെ വാക്യം വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബ്ബത്തിന്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്നാണ്. 1-ാമത്തെ പോയിന്റ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇങ്ങനെ പറയട്ടെ, ഇത് ദിവസങ്ങളിൽ 7-ാമത്തെ ദിവസമായതുകൊണ്ട് 7-ാം ദിവസം സഭ ശബ്ബത്തിലേക്ക് പ്രവേശിക്കേണ്ടത് കൊണ്ട്, വിശ്രാമത്തിലേക്ക് പ്രവേശിക്കേണ്ടത് കൊണ്ട്, സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കേണ്ടത് കൊണ്ട് ഈ നാളുകളിൽ ഒന്നിൽ കർത്താവിൻ്റെ സഭ നിത്യത്തിലേക്ക് പ്രവേശിക്കും. ചില ആളുകൾ ഈ പുഴുകിയ മുട്ട കുറ്റിക്കകത്തിരിക്കുന്ന പോലെ കൊള്ളണോ തള്ളണോ, കണക്ക് ശരിയാണോ ശരിയല്ലോ നോക്കിക്കൊണ്ടിരിക്കുക. ചില ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ 1000 കൊല്ലമല്ലേ ദൈവത്തിന് ഒരു ദിവസം ആന്നു, ഇപ്പം 24 കൊല്ലമല്ലേ ആയുള്ളൂ. അതെ, ഇനി 976 കൊല്ലം കിടക്കുകയല്ലേ. അതെ, ഇപ്പം മുതലേ സ്വന്തം പറയേണ്ട കാര്യമുണ്ടോ? ന്യായമായ ചോദ്യം. അതിനോട് ഉത്തരം പറഞ്ഞ ഭാഗത്തിന് കിടന്നേക്കാം. രാജാവിൻ്റെ ചെങ്കോൽ തൊട്ടത് 3-ാം ദിവസത്തിലാണ്. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് 3-ാം ദിവസത്തിൻ്റെ പ്രഭാത എന്ന് പറഞ്ഞൊക്കത്തില്ല. ഈ ഇരിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി മണയറ ഒരുക്കുവാൻ മണവാളനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് 3-ാം ദിവസത്തിന്റെ പ്രഭാതത്തിലാണെങ്കിൽ ആ കർത്താവ് ഒരുക്കുന്ന മണിയറയിൽ ഈ മണവാട്ടി പ്രവേശിക്കുന്നതും ഈ ദിവസത്തിന്റെ ആരംഭ സമയങ്ങളിൽ ആയിരിക്കുമെന്ന് ഞാൻ പറയുമ്പോൾ അകത്തളത്തിൽ ചിറകടിച്ച് കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കമ്പനം വരുന്നതിന്റെ സൂചന കിട്ടും. ഓരിടുവാൻ തുടങ്ങും. നിങ്ങളുടെ വീട്ടിലെ കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാലമേഘം ഇവിടെ പെയ്യുമോ, 2.5 മുതൽ 4.5 മൈൽ ദൂരത്ത് പെയ്യുമോ അറിയുവാനുള്ള കഴിവുണ്ട്. തെളിവ്, കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ കോഴിക്കോട് തുറന്നിട്, മഴ ഇവിടെ പെയ്യുമെങ്കിൽ മാത്രമേ കോഴിയും താറാവും അകത്ത് കയറത്തില്ലെങ്കിൽ പമ്മി നിൽക്കുമെന്നായി പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. ചൂരൽമല എവിടാ? മുണ്ടക്കായി. ആന എത്തിട്ടുണ്ടോ? ഇല്ല. ഏതിലും കടവയും പുലിയും ചത്തോ? ഇല്ലെന്ന് എന്താ കാര്യം മനസ്സിലായല്ലോ. ഈ വെള്ളമെല്ലാം ഭൂമിക്കടിയിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ വെള്ളത്തിന് പുറന്തള്ളപ്പെടാൻ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. പാറകൾ കീറുന്ന ശബ്ദം ഭൂമിയുടെ അടിയിലുണ്ടാകും. അത് തിരിച്ചറിയുവാൻ കഴിവാർക്കുണ്ട്? മനുഷ്യർക്കില്ല. എന്താ കാര്യത്തറിയാമോ? ഈ ഭൂമിയൊക്കെ ചെരിഞ്ഞു വരുമ്പോഴാണ് ചെറിയ മണൽത്തിട്ടകൾ ഉരുണ്ടുകൂടി താഴോട്ട് വരുന്നത്. അത് മനുഷ്യർക്ക് മനസ്സിലാക്കാനും കഴിവില്ല. അവർ പറയും ഒരു ഭാഗം പൊട്ടിയടന്ന് വരുന്നത്. പക്ഷികളൊക്കെ മൃഗങ്ങൾ ചാഞ്ഞു വരുമ്പോഴേ കൂടുവിട്ട് അകന്നു പോകുവാനിടയായി തീരും. മറ്റൊരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, പോസ്റ്റുകൾ അവിടെ ഉണ്ടെങ്കിൽ ചെരിഞ്ഞു നിൽക്കും. അന്ന് രാത്രിയിലൊക്കെ ഈ ആനയും പുലിയും കിടന്നുറങ്ങുന്നത് അവരെ മണ്ണിലാ കിടന്നുറങ്ങുന്നത്. ഈ വെള്ളം കീറി വരുന്ന ശബ്ദം അവർക്ക് കേൾക്കാനുള്ള കഴിവുണ്ട്. നമ്മളവിടെ കിടക്കുന്നത്, നമ്മൾ ഡോർ ഓവളസ് മെത്തക്കകത്ത കിടക്കുന്ന പോത്ത് മുക്കുറയിട്ടാൽ പോലും നമ്മൾ നേരുമ്പോൾ എഴുന്നേക്കാറില്ലല്ലോ. അതുകൊണ്ട് ആ മുണ്ടക്കയിലും ചൂരൽ മലയിലുമൊക്കെ മനുഷ്യർക്ക് മാത്രമേ നാശങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. ഇന്ന് രാത്രി ഞങ്ങൾ വ്യക്തമായി പറയുകയാണ്, മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കമ്പനം വരുന്നതിന്റെ സൂചന കിട്ടുമെങ്കിൽ ഇവിടത്തെ കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാർമേഘം കരീഭവിച്ച് ഇവിടെ പെയ്യുമോ വ്യക്തമായ സൂചന കിട്ടുമെങ്കിൽ എന്തിനേറെ പറയുന്നു, ഇവിടത്തെ മുണ്ടക്കയും ചൂരൽമല മൃഗങ്ങൾക്കൊക്കെ സംഭവം നേരത്തെ അറിയാനുള്ള ഘ്രാണശക്തിയും കേൾവിശക്തിയും ഉണ്ടായെങ്കിൽ അവന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭയെ യേശു വാനമേഘങ്ങളിൽ വരുന്നതിന് പ്രാണന്റെ ആ കാലൊച്ച അകത്തളങ്ങൾ കേൾക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിശ്വാസത്തോടെ കരമടിച്ചു പറ, എന്റെ കാലഘട്ടത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. ഒരടി പാട്ട് പാടിയേ പറ്റത്തുള്ളൂ. സഹായിക്കുമല്ലോ. സമാധാനമില്ല ഭൂവിൽ, അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. സമാധാനമില്ല ഭൂവിൽ, അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൻ
പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാലേവലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാലേവലേശം സാധ്യമല്ല. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. അറിയിപ്പിൻ സുവിശേഷം ദൈവരാജ്യമാസന്നമായി മനം തിരിഞ്ഞു. പാടുവിൻ നവഗാനം അറിയിപ്പിൻ സുവിശേഷം ദൈവരാജ്യമാസന്നമായി മനം തിരിഞ്ഞു. എരിഹോവിൻ വാതിലുകൾ തകർത്തിടാനുണരുവിൻ. മഹളം മുഴക്കിടം ദൈവജനമേ. എരിഹോവിൻ വാതിലുകൾ തകർത്തിടാനുണരുവിൻ. മഹളം മുഴക്കിടം ദൈവജനമേ. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്, അന്ത്യകാലമാണ്. കരമുയർത്തി സ്വത്രം പറഞ്ഞാട്ട് പ്രിയപ്പെട്ടവര്, 2ാമത്തെ കാര്യം കൂടെ 9:20 നിർത്താമോ എന്നാ നോക്കുന്നത്. ഒത്താൽ 5-10 മിനിറ്റും കൂടെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ സമ്മതിച്ചിട്ടുമുണ്ട്. സ്വത്രം നിർത്താമെന്നേ സ്വത്രം പറയുന്നു. എന്നെ എല്ലായിടത്തും പറയുന്ന പോലെ ഇപ്പൊ കൃത്യമായിട്ട് അങ്ങോട്ട് നിർത്താൻ നിങ്ങൾ കൃത്യമായി വന്നവരൊന്നും അല്ലല്ലോ. ഞാനിവിടെ 5:30 വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥമുണ്ട്. എനിക്ക് പാട്ട്, ഞാൻ എപ്പോഴും പറയും, പാട്ട് ആള് കൂടാനുള്ള പണിയല്ല കേട്ടോ. നിങ്ങൾ ആ ധാരണ ആദ്യം മാറ്റണം. അതൊരു ശുശ്രൂഷയാണ്, വചന ശുശ്രൂഷ പോലെ തന്നെ. അത്രയും പ്രാധാന്യമുണ്ടല്ലോ, ഇതൊക്കെ തർക്കത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ 10,000 വട്ടം കേട്ട പാട്ട് അവർ പാടുന്നേ. അവരെ സമ്മതിക്കണം, ഞാൻ 10 പ്രാവശ്യം പ്രസംഗിച്ചത് അവരിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിലൊരു ധാരണയാണ്. ഞാൻ വാക്കിയെടുക്കുമ്പോൾ മനസ്സിലായി അന്ത്യകാലം സമയോടെ തിരിക്കുന്നു, മനസ്സിലായി ഞങ്ങൾക്ക്. പിന്നെ അതൊക്കെ എന്നാലും ഞാൻ പറയുക, എന്നാ പാട്ടാ. ഞാൻ ഞങ്ങളുടെ മലയാളക്കരയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ട് ഒരാളാണ് പോൾസൺ കണ്ണൂർ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അല്ല, ഈ അനീഷ പറ്റും പാടിക്കഴിഞ്ഞാൽ അനീഷ പാട്ടൊക്കെ എന്നെ ആദ്യം കേൾക്കുമ്പോൾ ഞാൻ വെച്ചു, ഇത് എന്നാ ശബ്ദമാണ്. പിന്നീട് അത് ഇന്ന് ആ പാട്ടൊക്കെ പാട്ടിട്ട് എൻ്റെ കുറുകിഞ്ഞിട്ടെങ്കിൽ എന്നാ പാട്ടാണ്. ദിവ്യയുടെ പാട്ട്, എല്ലാവരും എൽദോസിൻ്റെ പാട്ട്. ഈ പാട്ട് എനിക്ക് ഒറ്റ പാട്ട് മിസ്സായിട്ടില്ല. നിങ്ങൾക്കോ? ഒറ്റ പാട്ട് 42 കൊല്ലമായി എനിക്ക് മിസ്സായിട്ടില്ല. അതറിയാമോ? 1-2 കൊല്ലമൊന്നുമല്ല. പിന്നെ വല്ല കാലത്തും എവിടെയെങ്കിലും ആപത്തിൽ വൈകി വന്നെങ്കിൽ അത്രയേ ഉള്ളൂ. അത് നമുക്ക് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഞാൻ നിർത്താൻ നോക്കും. 2ാമത്തെ കാര്യം, 7ാം തലമുറയാണിത്. ഓക്കെ, അപ്പം ദിവസങ്ങൾ 7ാമത്തെ ദിവസം. തലമുറകളിൽ ഉൽപ്പത്തി 5 വരാം. 5 കാണും, 1-2 കാണാത്തുള്ളൂ. എടുത്തു വെച്ചോ. 5 എന്താ വായിക്കുന്നത്? അവിടെ 1ാമത്തെ വാക്യം, ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. ആദാമിന് 130 വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു, ഷേത്ത് എന്ന് പേരിട്ടു. ഇല്ലേ? അതിൻ്റെ തീരുകയാണ്. ആദാമിന് മൊത്തം ആയുഷ്കാലം 930. 800 സംവത്സരങ്ങൾ ജീവിച്ചിരുന്നു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അങ്ങനെ ആ പാരഗ്രാഫ് തീരുക. പണ്ട് കാലത്ത് മനുഷ്യന് എത്ര വർഷം ആയുസ്സുണ്ടായിരുന്നു? 900-നും 1000-നും ഇടയിൽ ആയുസ്സുണ്ടായിരുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം വേണ്ടി നോക്കിക്കോ. 1ാമത്തെ പാരഗ്രാഫ് 1ാം തലമുറ, 2ാം പാരഗ്രാഫ് 2ാം തലമുറ, 3ാം ഖണ്ഡിക 3ാം തലമുറ. അങ്ങനെ
7-8 തലമുറകളെ കൊടുത്തിട്ടുണ്ട്. ഒരു പാരഗ്രാഫ് ഒരു തലമുറ, അതിൽ 2 പേരൊഴികെ ബാക്കി എല്ലാ ആളുകളും 900-നും 1000-നും ഇടയിൽ ആയുസ്സുണ്ടായിരുന്നവരാ. മനസ്സിലായല്ലോ? ഇനി അതിനകത്ത് ഈ 1000 വർഷമാണ് ദൈവത്തിൻ്റെ പുരുഷായുസ് എന്ന് കണക്കാക്കിയാൽ, ആ കണക്ക് വെച്ച ഈ പറയുന്നത്, അല്ലാണ്ട് കൃത്യമൊന്നുമല്ല. നമുക്ക് കൃത്യം പറയാൻ ഒക്കത്തില്ലല്ലോ. അപ്പം 1000 വർഷമാണ് ദൈവത്തിന് പണ്ടൊരു പുരുഷായുസ് എന്ന് കണക്കാക്കിയാൽ 6000 കൊല്ലം കൊണ്ട് നമ്മുടെ ഇടയിൽ 100,000 തലമുറ പോയി. ദൈവം നോക്കുമ്പോൾ എത്ര തലമുറയെ പോയിട്ടുള്ളൂ? 6 തലമുറയെ പോയിട്ടുള്ളതേ. 1000 കൊല്ലമാണ് ഒരു പുരുഷായുസെങ്കിൽ 6000 കൊല്ലം കൊണ്ട് ദൈവത്തിൻ്റെ നോട്ടത്തിൽ എത്ര തലമുറയെ പോയിട്ടുള്ളൂ? 6 തലമുറ. അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന എത്ര തലമുറയാ? തല തന്നെ ഉണ്ടോ എന്ന് ആർക്കറിയാം. പിന്നെയാണ് ഇത്ര തലമുറയാ? 7-ാം തലമുറ. ഇത്രയും പിടി കിട്ടിയല്ലോ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് യോഗ കഴിയുമ്പോൾ ഞാൻ അവിടെ കാണും. ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് അവസാനം ഒരു അടിച്ചുപൊളി പാട്ടുണ്ട്, അതോടെ കേട്ടേച്ചേ ഞാൻ പോകാറുള്ളൂ. ഞാൻ ഇവിടെ തന്നെ കാണും, എങ്ങും പോകുന്നൊന്നുമില്ല. നാളെ നാറാണി എജി ചർച്ചിലുണ്ട്, അനീഷിൻ്റെ ചർച്ചുണ്ട്, പോകുന്നില്ല, ഓടി പോകുന്നില്ല, അല്ലെങ്കിൽ ഓടി പോകത്തില്ല, പാട്ട് കഴിഞ്ഞ് പോകത്തില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. സംശയമുണ്ട് ചോദിക്കണം. ഇതങ്ങ് ക്ലിയർ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ എത്രാം 6000 കഴിഞ്ഞ് 7000 വർഷത്തിലേക്ക് വരുമ്പോൾ 7-ാം തലമുറയാണെന്ന് മനസ്സിലായില്ലോ. പഴയ നിയമത്തിൽ ഇപ്പം നമ്മൾ എത്രാം തലമുറയാണെന്ന് പറഞ്ഞേ? 7-ാം തലമുറ. പഴയ നിയമത്തിൽ 7-ാം തലമുറ ഏതാണെന്ന് നോക്കിക്കുക. അതിനകത്ത് ഉൽപ്പത്തി 5-ാമതിൽ 7-ാമത്തെ പാരഗ്രാഫ് എടുക്കുക. 21-ാമത്തെ വാക്യം വായിക്കും. ഇനി സമയം കളയണ്ട, 21 വായിക്കും. സമയം ഇത്ര ആയതുകൊണ്ട് പുസ്തകമൊക്കെ അടച്ച് സിബ് ഇട്ട് കാണും ചിലപ്പോൾ. സിബ് ഇടാത്തൊരു വായിക്കും. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ വായിക്കുന്നത് കേട്ടിട്ട് എനിക്ക് ഇപ്പം തന്നെ നിർത്താൻ തോന്നുന്നു. കുറച്ചുകൂടെ ഉഷാറായിട്ട് വായിക്കുക. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പൊ പഴയമത്തിനകത്ത് 7-ാം തലമുറയിൽപ്പെട്ടവന് ഹാനോക്ക് ഭാര്യയോടുകൂടെ ജീവിച്ചു, സ്വോത്രം. മക്കളോടുകൂടെ ജീവിച്ചു, ഡബിൾ സ്വോത്രം. ദൈവത്തോടുകൂടെ നടന്നു, ഗ്ലോറി, ഹല്ലേലൂയ. എന്നാ ജീവിതം! ഇതൊക്കെ കണ്ട് വിശദീകരിച്ചും പണ്ടൊരു സാറ് പറഞ്ഞു, മോളെ ആ വാക്യം ഒന്നുകൂടെ വായിക്കുക ആവേശത്തോടെ. അവൾ വായിച്ചേക്കണോ? അവൾ ആവേശത്തോടെ വായിച്ച നോക്ക്, ദൈവത്തോടുകൂടെ നടക്കുന്നു. അങ്ങനെ വായിച്ചാലും ശരിയാ. നോക്കാൻ കൊള്ളാവുന്ന ജീവിതമാണ് ഹാനോക്കിൻ്റെ ജീവിതം കേട്ടോ. അപ്പം ഹാനോക്ക് 7-ാം തലമുറ. അവിടെ ഒരു ഭാഗം പറയാണ്, എടുത്തുകൊള്ളപ്പെടുവാൻ സാധ്യതയുള്ള തലമുറയാണ് മക്കളെ 7-ാം തലമുറ. ഇത്രയും പിടി കിട്ടിയോ? ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. ഈ ഹാനോക്ക് 7-ാമനാണോ? യൂദായുടെ ലേഖനം. ആദാം മുതൽ വായിച്ചെങ്കിലല്ലേ പറയുള്ളൂ. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും. അപ്പൊ ഇത് 7-ാം തലമുറയാണെങ്കിൽ, നമ്മൾ 7-ാം തലമുറയാണെങ്കിൽ ഊഹമാണ്, ആണെങ്കിൽ 7-ാം തലമുറ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള തലമുറയാണെന്ന്. അപ്പൊ എങ്ങനെ നടക്കണം? ദൈവത്തോട് കൂടെ നടക്കണമെന്ന്. ഇന്ന് രാത്രി എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. കാര്യം അറിയാമോ മക്കളെ? നടന്നു പോകുമ്പോൾ, നിങ്ങൾ കോളേജിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ മൊബൈൽ കയ്യിൽ പിടിക്കുക. കുഴപ്പമില്ല, അതിപ്പോ ഇല്ലാതെ പറ്റത്തില്ലല്ലോ. മൊബൈലിനാണോ ബൈബിളിനാണോ പ്രാധാന്യം? ബൈബിളിലോ? ഇന്ന് രാത്രി യോഗം കഴിഞ്ഞു, 2 കിലോമീറ്റർ ചെന്ന് ഇപ്പൊ നിങ്ങളുടെ ബൈബിൾ എടുക്കാൻ മറന്നുപോയി. അപ്പൊ നിങ്ങൾ പറഞ്ഞു, ബൈബിൾ എടുക്കാൻ മറന്നുപോയല്ലോ, എന്തോ ചെയ്യും? അപ്പം നിങ്ങൾ എന്തോ പറയും? അതവിടെ ഇരിക്കട്ടെ, ആർക്കും വേണ്ടാത്തൊരു സാധനം, നമുക്ക് നാളെ ചെല്ലുമ്പോൾ അത് എടുക്കാം. അങ്ങനെയല്ലയോ? അല്ലാണ്ട് 5 കിലോമീറ്റർ പോയ നിങ്ങൾ തിരിച്ചു വന്ന് ബൈബിൾ എടുക്കാൻ വരുമോ? എത്ര വിശ്വാസികൾ ബൈബിൾ മറന്നു വെച്ചിട്ട് പോകണു? പിറ്റേന്ന് ഞായറാഴ്ച വന്നല്ലേ എടുത്തുകൊണ്ട് പോകുന്നത്? ഞങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ 5 മൈൽ ചെന്നപ്പം നിങ്ങളുടെ മൊബൈൽ എടുക്കാൻ മറന്നുപോയി. അത് അടുത്ത ആഴ്ച എടുക്കാമെന്ന് പറയുമോ? ഇല്ല. തിരിച്ച് ഏത് വണ്ടി വിളിച്ചു വരും? ആംബുലൻസ് കേട്ടോ. ആംബുലൻസ് വിളിച്ച് ലൈറ്റ് ഇട്ടുകൊണ്ട് വരും. എൻ്റെ മൊബൈലും എന്നും പറഞ്ഞ് ഫാസ്റ്റേ കിട്ടിയോ? കിട്ടി. പിന്നെ തുറക്കാൻ നമുക്ക് അറിയാൻ മേലാത്തോട് നിങ്ങൾ രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞേച്ചാൽ മതി. ഏതിനാ പ്രാധാന്യം അറിയാമല്ലോ. ഞാൻ ഇതിനകത്ത് പറയാം, ഇഷ്ടികയുടെ വലിപ്പമുള്ള ആപ്പിളും കൊണ്ട് നടക്കാം, എന്നാൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടത് ദൈവത്തെയാണ് കുഞ്ഞുങ്ങളെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, കഴിയുമെങ്കിൽ 7-ാം തലമുറ, തലതെറിച്ച തലമുറ എന്ന് ലോകം പറയുന്നെങ്കിലും, കോളേജിലേക്ക് നടന്നു കൊണ്ടുപോകുമ്പോൾ, സംഗീതനും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ,
പോൾ സമ്പ്രദായെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള തലമുറയാണ് ഏഴാമത്തെ തലമുറ. കണ്ണൂരിൽ കാസർഗോഡിൽ ഒരു സഭായോഗത്തിൽ ചെന്നപ്പം അകത്ത് കയറി ഞാൻ ഹോളിൽ എഴുതി വെച്ച് പ്രിയപ്പെട്ട അമ്മച്ചിക്ക് യാത്രാമംഗളങ്ങൾ. ഞാൻ ചോദിച്ചു, അമ്മച്ചി എവിടെ പോയി? അമേരിക്കയിലേക്കോ? ഇല്ല പാസ്റ്ററെ, അമ്മച്ചി സ്വർഗത്തിലേക്ക് പോയി. എന്താ ഇത്? അത് 6 പിള്ളേർ കൂടി പ്രിൻ്റ് എടുത്ത് എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന. എന്നാ സംഭവം? ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് അമ്മച്ചി വന്നിച്ച് പറഞ്ഞു, മക്കളെ മൊബൈൽ നോക്കി പാടാതെടാ, യേശു മാറാത്തവൻ ഇനി മൊബൈൽ നോക്കണോ? അങ്ങ് പാടാൻ പറഞ്ഞു. ഇടിച്ചു അമ്മച്ചി. അപ്പോൾ പിള്ളേർ അമ്മച്ചിയെ പേടിച്ച് മൊബൈലൊക്കെ താഴെ വെച്ച കൈയടിച്ച് പാട്ട് പാടി. തിരിച്ചു വന്നപ്പോൾ അച്ചായന്മാർ പറഞ്ഞു, 5-6 ആമ്പിള്ളേർ നിൽക്കുന്നത്, അവരെയും പേടിച്ചോളാൻ. അമ്മച്ചി പോയി ആമ്പിള്ളേരെ ഇടിച്ചു. അമ്മച്ചി ആയതുകൊണ്ട് പിന്നെ ആർക്കും വലിയ പ്രശ്നം ഉണ്ടായില്ല. എന്തായാലും ആ സഭയുടെ ചരിത്രം പറഞ്ഞ 6 കുട്ടികൾ അന്ന് അഭിഷേകം പ്രാപിച്ചെന്ന്. ആരാധന ശക്തമായി മുന്നോട്ട് പോയി എന്ന്. പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ ഇനി ആകെ 10-15 മിനിറ്റ് സമയമുള്ളെന്ന്. എന്നാലും വേണ്ടില്ല, ആരാധന എല്ലാം കഴിഞ്ഞപ്പം സഭക്കാർ അമ്മച്ചിയെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി ചെന്നപ്പം അമ്മച്ചി മരിച്ചിട്ട് 40 മിനിറ്റായി. കസേരന്ന് മരിച്ചെന്ന്. മരിക്കുന്നതിന് മുൻപ് ആത്മീയത്തിൻ്റെ അഗ്നി 6 കുട്ടികൾക്ക് പകർന്നു കൊടുത്തിട്ടാണ് അമ്മച്ചി അക്കരനാട്ടിലേക്ക് പോയത്. ആ അമ്മച്ചിക്ക് വേണ്ടി പിള്ളേർ കഫേ ചെന്ന് ഫോട്ടോ എടുത്ത് ഒട്ടിച്ച് വെച്ചിരിക്കാം. പ്രിയപ്പെട്ട അമ്മച്ചിക്ക് യാത്രാമംഗളങ്ങൾ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോഴത്തെ മരണം എപ്പോഴാന്ന് വല്ല അറിയാമോ നിങ്ങൾക്ക്? മരണവും കർത്താൻ്റെ ഒരു വല്ല അറിയാമോ? ആണ്ട് വളഞ്ഞമ്പലത്തെ ഒരു പാസ്റ്റർ കർത്തമേശ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് അയച്ചില്ല, കണ്ടില്ലായിരുന്നു. റാന്നിയിലൊരു ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഡെഡ് ബോഡി എടുക്കുന്നതിന് മുമ്പ് ഇതിനെ എടുത്തുകൊണ്ട് പോയി. എൻ്റെ ഈ ഒരു ആൻറ്റി പ്രാർത്ഥിക്കുമ്പോഴും കണ്ടില്ലേ നിങ്ങൾ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ആൾ മറിഞ്ഞു വീണ് മരിച്ചു. പണ്ടൊരു പാട്ടുണ്ടല്ലോ, എപ്പോഴാണ് എൻ്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിൽ. എന്നാ പാട്ട്? അതൊക്കെ ആരെങ്കിലും പാടാറുണ്ടോ? ഞാൻ പറയും, ഞങ്ങളുടെ ജേസി പാറക്കടവിൽ ഈ പ്രസംഗത്തിൽ ആ വിഷയം പറയും ഞാൻ. അതിനകത്തൊരു തമാശ കിടക്കും. അത് തമാശയായിട്ട് ആണെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. ജേസി പാറക്കടവിൽ റാന്നിയിൽ പ്രസംഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ലിഡിയെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നു. ഞാൻ പുളിക്കൽ കവലയിൽ പ്രസംഗിക്കുന്നു. എബി സാറിനേക്ക് മെസ്സേജ് അയച്ചു, ജേസി കുഴഞ്ഞു വീണു, ആശുപത്രിയിൽ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പിന്നെ പ്രാർത്ഥിക്കാം. ട്രിവാൻഡ്രംകാരനല്ലേ, അറിയത്തില്ലയോ? കുറച്ച് കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നു, ജേസി യാത്രയായി. ഞാൻ 14 മൈലിൽ നിൽക്കുക. എത്ര പേര് വിളിച്ചു ചോദിച്ചു ഞങ്ങളുടെ ഓഫീസിലേക്കൊക്കെ. അവ ജേസി പാറക്കടവിൽ എന്നുള്ള പേരും ജോയി പാറക്കിലും ഒരുപോലെ ആയിരിക്കുന്നേ. ഞാൻ മരിച്ചെന്നാണ് ചില ധരിച്ചു വെച്ചത്. അപ്പോൾ ചോദിച്ചു, ജോയി പാറക്കൽ സാറ് മരിച്ചല്ലേ, എപ്പോഴാണ് അടക്കുന്നതെന്ന്. എപ്പോൾ? അങ്ങനെ ന്യൂസ് കേട്ടല്ലോ. അങ്ങനെ ചോദിച്ചു. ഞാൻ ട്രിവാൻഡ്രത്തൊരു ഇപ്പോഴും ചെല്ലു പറഞ്ഞു, ഇന്ന് രാത്രി ജോയി പാറക്കടവിൽ പ്രസംഗിക്കുന്നു. ഞാൻ മിണ്ടാറില്ല, ഇരുന്നോട്ടെന്ന് ചോദിച്ചു. അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നേ. ഇപ്പം അവിടെ എവിടെയും വിളിച്ചു ചോദിച്ചത് പോട്ടെ. ഞാൻ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു, ഞാൻ ചത്തോന്ന്. എങ്ങനെ വിളിച്ചു ചോദിച്ചറിയാമോ? ജോയി പാറക്കൽ സാറാന്നു. ആന്നു. എവിടെ നിൽക്കുന്നു? കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ. അടുത്ത പദം, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന്. ആദ്യമായിട്ട് വിളിക്കുക. ഞാൻ പറഞ്ഞു, മരണവാർത്ത അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു സാറേ. ഞാനല്ല മരിച്ചത്, പിന്നെ ആരാ? ജേസി പാറക്കൽ. എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾ ഞാൻ എവിടെ കടമ്പനാടുന്ന കഴിഞ്ഞ ആഴ്ചയിൽ സാറിവിടെ പ്രസംഗിച്ചില്ലോ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും. അറം പറ്റിയ വാക്കുപോലെ ചത്തുപോയല്ലോ എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തെന്ന്. ഞാൻ പറഞ്ഞു, ഞാനല്ലേ, ഞാൻ ഒന്ന് ചത്തതാ. മനസ്സിലായോ? ഈ ജേസി പാറക്കടവിൽ സാറിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ ഞാൻ നെടുമങ്ങാട് പ്രസംഗിക്കുമ്പോൾ ഞാൻ പോയി ഈ കാര്യം പറയുന്നത് യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എപ്പോഴാ മരിക്കുമെന്ന് പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? പറ്റുമോ? ഇന്ന് ഞാൻ മരിക്കും, നിങ്ങൾ മരിക്കും, പറയാൻ പറ്റുമോ? ഇപ്പം ഞാൻ എപ്പോഴാ 8 മണിക്ക് പ്രസംഗം തുടങ്ങി. 1 മണിക്കൂർ 20 മിനിറ്റായി യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശയുടെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ 1.5 മണിക്കൂറായി നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾ ഇതുവരെ ഹല്ലേലൂയ പറഞ്ഞിട്ടില്ല, കൈ പൊക്കിയിട്ടില്ല, വായി തുറന്നിട്ടില്ലെങ്കിൽ ഒന്ന് പിച്ചി നോക്കിയാൽ ചിലപ്പോൾ ചത്തിരിക്കുകയായിരിക്കും. പറയാനൊക്കുവോ? ചിലപ്പോൾ പറയാനൊക്കുവോ? 1.5 മണിക്കൂറായി വചനം കേട്ടിട്ടും വാ തുറക്കാത്ത നമ്മൾ പിന്നെന്തിനാ ജീവിക്കുന്നത്? ജീവനുള്ളതൊക്കെ മക്കളെന്തിയെ വിദേശത്ത് സ്വന്തം മുറിക്കകത്ത് മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ടത് വാട്ടർ ബെഡിനകത്ത് തിരിച്ചും മറിച്ചും കിടത്തുന്നതൊന്നും സുഖമല്ല കേട്ടോ. അയൽപ്പക്കത്തുകാർക്ക് മക്കളെ കൊണ്ട് ശമ്പളം കൊടുത്ത് ജീവിക്കാനൊന്നും അല്ലെന്നേ നമ്മൾ ജീവിക്കുന്നേ. ഏറ്റവും വലിയ ആരോഗ്യം എന്താ? നേരം എടുത്ത് എഴുന്നേൽക്കുക,
പരസഹായം കൂടാതെ ഒന്ന് നിവർന്നിരിക്കുക, കണ്ണ് തുറക്കുക, ബൈബിള് വായിക്കുക, ടോയ്ലറ്റിൽ പോകുക, സ്വന്തം കൈകൊണ്ട് കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയാൽ അതിനേക്കാൾ കരുത്തുറ്റ ആരോഗ്യം വേറെയില്ല പ്രിയപ്പെട്ടവരെ. ഒന്നുകൂടെ വ്യക്തമായി പറയട്ടെ, ആർക്കും വേണ്ടാതെ സ്വന്തം മുറിക്കകത്ത് മലമൂത്ര വിസർജന കിടക്കാൻ കിടക്കുന്നതിനേക്കാൾ എത്ര നില വീടുണ്ടെങ്കിൽ അങ്ങനെ കിടക്കുന്നതിനേക്കാൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചാൽ അതൊരു ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നവരെ ആ കരമൊന്ന് ചേർത്തടിച്ചോ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. നമുക്ക് എഴുന്നേൽക്കാം. എഴുന്നേൽക്കാം എന്ന് പറയുമ്പം പിറകോട്ട് നോക്കരുത്, ഭാര്യ ഞോണ്ടി പോവാടി എന്ന് പറയരുത്, താക്കോല് തപ്പരുത്, ഒന്നും ചെയ്യരുത്. സമാധാനം അവിടെ നില്ല, അവിടെ എഴുന്നേക്ക്. ഒരെണ്ണ അനങ്ങരുത് കേട്ടോ, അവിടെ നില്ല്. എല്ലാ കണ്ണും അടച്ചേ. ഇന്ന് രാത്രി യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ്, ഇത് ദിവസങ്ങളിൽ 7-ാം ദിവസമാണ്. അച്ഛാ, തലമുറയിൽ 7-ാം തലമുറയാണെന്ന്. ഇന്ന് രാത്രി യേശു വന്നാൽ, മരണം സംഭവിച്ചാൽ എവിടേക്കാ പോകുന്നേ? ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിന്റെ കൈക്ക് പിടിച്ചു. ഞങ്ങളുടെ പണ്ടത്തെ പെന്തക്കോസ്തിലെ ഉപദേശിമാരുടെ ഉപദേശ പ്രസംഗമാകട്ടോ, കൈക്ക് പിടിക്കാൻ 4 കാരണങ്ങൾ. 1, നാശം നിശ്ചയമാണ്. 2, ഓടിയാൽ ലക്ഷ്യം ഉറപ്പാണ്. 3, സമയം വളരെ കുറവാണ്. 4, ഇതല്ലാതെ വേറെ മാർഗമില്ല. സുവിശേഷ മഹായോഗത്തിന് 2-ാമത്തെ രാത്രിയിൽ ദൂതുവാഹകരെ പോലെ ഇന്ന് രാത്രിയിൽ തവയത്തുറുകോണം യോഗത്തിൽ ഞങ്ങൾ ദൂതന്മാരായി നിന്നുകൊണ്ട് ദേശത്ത് ഉറങ്ങുന്നവരെ കയ്യെ പിടിച്ചിട്ട് പറയുന്നു, ഇത് നാശപട്ടണമാണ്. 2, ഓടിയോ രക്ഷ ഉറപ്പാണ്. 2000 വർഷം മുൻപ് കാൽവറി മലമേൽ പിളർക്കപ്പെട്ടൊരു പാറ നിങ്ങൾക്കുണ്ട്. ശരണത്തിനായി ഓടി വരാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിൽ ചെന്ന് അഭയം പ്രാപിക്കൂ. 3, സമയം കുറവാണെന്ന്. ജനുവരി മാസം 1-ാം തീയതി എന്ന് പറഞ്ഞ് നിൽക്കാതെ ഈ രാത്രി കഞ്ഞി കുടിച്ച് കിടക്കുന്നതിന് മുൻപ്, കണ്ണടച്ച് കിടക്കുന്നതിന് മുൻപ് ക്രൂശിലെ കള്ളൻ പർദീസയിലെത്തിയതുപോലെ ഞാൻ ഇന്ന് മരിച്ചാലും എന്റെ കർത്താവിന്റെ അടുക്കൽ ചെല്ലുമെന്ന ഉറപ്പുണ്ടാകേണ്ടതിന് 2 കരവും നെഞ്ചത്തോടൊന്ന് ചേർന്ന് രാത്രി. 4-മതായി, ഇതല്ലാതെ വേറെ മാർഗമില്ല പ്രിയപ്പെട്ടവര്. ഈ രക്ഷകനല്ലാതെ വേറെ ഒരു രക്ഷകനില്ല. ക്രൂശല്ലാതെ രക്ഷപ്പെടുവാൻ വേറെ മാർഗമില്ല. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. 2 കരവും പിടയ്ക്കുന്ന നെഞ്ചിൽ കൈവച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ, യേശുവേ, സമയമടുത്തിരിക്കുന്നു. ഒന്നുകിൽ എന്റെ മരണം, ഇല്ലെങ്കിൽ യേശുവിന്റെ വരവ്. 2ഉം സംഭവിച്ചാലും ഞാൻ എൻ്റെ യേശുവിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പാപങ്ങളൊന്ന് ഏറ്റുപറ, ഒന്ന് നിലവിളിക്ക്. യേശുവോട് പറ, ഇന്ന് രാത്രി യേശു പാപങ്ങൾ ക്ഷമിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗം ഞങ്ങൾ തീർക്കുകയാണ്, ആശീർവാദം പറയാൻ പോവുകയാ. നിശ്ചയമായി എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന 2 കാര്യങ്ങൾ, മരണവും യേശുവിൻ്റെ വരവും. 2ഉം സംഭവിച്ചാലും ഞങ്ങൾ ആ നിത്യകൂടാരത്തിലെത്തുമെന്ന ഉറപ്പോടെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മടങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. വിഷയത്തിൻ്റെ വിശദീകരണത്തിനും താല്പര്യമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പുസ്തകത്തിൻ്റെ കോപ്പികൾ പരിമിതമാണ്, ഓടിച്ചെന്നാൽ കിട്ടുമായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. എനിക്കെൻ്റെ യേശുവിനെ, അങ്ങനെ പ്രത്യാശയുള്ളവർ, ഇത് 7-ാം ദിവസമാണ്, 7-ാം തലമുറയാണ്. ഇവിടെ ഞാനൊരു പരദേശിയാണ്. എനിക്കെൻ്റെ കർത്താവിനെ കണ്ടാൽ മതി. 2 കരവും ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ.